ഹലോ തേഡീസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് പീഡിയാട്രിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മൾ അതായത് ഈ ഹാൻഡിക്യാപ്സിനെ പറ്റിയൊക്കെയാണ് പഠിച്ചിരുന്നത്, ജനറലായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഫിസിക്കൽ ഹാൻഡിക്യാപ്സിനെ പറ്റി പഠിക്കാം. അതെന്താണെന്ന് വെച്ചാൽ ശാരീരിക വൈകല്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ആദ്യം ഹാൻഡിക്യാപ്സിനെ ഡിവൈഡ് ചെയ്തപ്പോൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തത്: ഫിസിക്കൽ ഹാൻഡിക്യാപ്സ്, മെൻ്റൽ ഹാൻഡിക്യാപ്സ് ആൻഡ് സോഷ്യൽ ഹാൻഡിക്യാപ്സ്. അപ്പോൾ ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് ആർ ദ ഹാൻഡിക്യാപ്സ് കൺസേണിങ് ടു ദ ഫിസിക് ഓർ ബോഡി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. മനസ്സിലായോ? അപ്പോൾ അതിനകത്തുള്ള മെയിൻലി ഉള്ള ഹാൻഡിക്യാപ്സ് എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് മെയിൻലി ജനറലായിട്ട് പറഞ്ഞാൽ ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് ഇപ്പോൾ ഡേ ബൈ ഡേ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഹാൻഡിക്യാപ്സ് കൺജനിറ്റലും ഉണ്ട്, അക്വേർഡും ഉണ്ട്. കൺജനിറ്റൽ എന്ന് പറഞ്ഞാൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ ഹാൻഡിക്യാപ്പോടെയാണ് അവർ ജനിക്കുന്നത് തന്നെ. അത് മറ്റേത് അക്വേർഡ് ഹാൻഡിക്യാപ്പാണ്. അതാണ് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, ബേൺസ്, അങ്ങനെയുള്ള വേറെ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില ഡിസീസസ് ലൈക്ക് പോളിയോ, ഇതൊക്കെ കൊണ്ട് സംഭവിക്കുന്നതാണ് ഫിസിക്കൽ ഹാൻഡിക്യാപ്സ്. അപ്പം ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 20-50% ഓഫ് ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 18 years ആർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എടുത്താൽ അവരുടെ ഒരു 5-20% കുട്ടികൾക്കും കൂടുതലും ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് ഉണ്ടെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്സ് ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് ആണെന്ന് നോക്കാം. ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് മെയിൻലി ഡിവൈഡ് ചെയ്തേക്കുന്നത് ബ്ലൈൻഡ്നെസ്, ഡെഫ്നെസ്, മ്യൂട്ട് ഓർ ഡംബ്, ദെൻ ക്രിപ്പിൾഡ് ഡ്യൂ ടു പോളിയോമൈലൈറ്റിസ്, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ഓർ ബേൺസ്. ഇങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതായത് അന്ധത, ബധിരത, പിന്നെ ബധിരതയും അതുപോലെ തന്നെ സംസാരിക്കാനുള്ള സൗണ്ട് വരാത്ത അവസ്ഥ. മനസ്സിലായോ? അതായത് അതിന് നമ്മൾ പറയുന്നതാണ് മ്യൂട്ട് ഓർ ഡംബ് എന്ന് പറയുന്നതാണ്. നമ്മൾ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് കുട്ടികൾക്കില്ല, സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല. പിന്നെ ചില കുട്ടികൾക്ക് ഇത് രണ്ടും കൂടെ വരും. അതായത് സംസാരിക്കാനുള്ള കഴിവും കാണത്തില്ല, അതിൻ്റെ കൂടെ അവർക്ക് കേൾക്കാനുള്ള കഴിവും ഇല്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മൾ അതിനെ ഡെഫ് മ്യൂട്ടിസം എന്നൊക്കെ പറയും. മനസ്സിലായി? അപ്പോൾ ഇത് ഇൻഡിവിജ്വലി ഉണ്ടാകാം, രണ്ടും കൂടെ ചേർന്നും കുട്ടികളിൽ ഉണ്ടാകാം. പിന്നെ വേറൊന്ന് ക്രിപ്പിൾഡ് മീൻസ് ശാരീരികമായ വൈകല്യങ്ങൾ ഡ്യൂ ടു പോളിയോമൈലൈറ്റിസ്. നമുക്കറിയാം പോളിയോമൈലൈറ്റിസ് പാരാലിസിസ് ഉണ്ടാകുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. പിന്നെ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, അത് അക്വേർഡ് ആണ്. അതെങ്ങനെയാണ് വരുന്നത്? കാരണം ഹെഡ് ഇഞ്ചുറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി, അങ്ങനെയുള്ള ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഒക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ കുട്ടികൾ പാരലൈസ്ഡ് ആയി പോകാം. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു എക്സ്ട്രിമിറ്റി, അതിന് മോണോപ്ലീജിയ എന്ന് പറയാം, അല്ലെങ്കിൽ ലോവർ 2 എക്സ്ട്രിമിറ്റി, അതിന് എന്താ പാരാപ്ലീജിയ എന്ന് പറയാം. പിന്നെ നമ്മൾ ഒരു വൺ സൈഡ് ഓഫ് ദ ബോഡി, അതായത് ഒരു വലത് കാലും വലത് കൈയും, അല്ലെങ്കിൽ ഇടത് കാലും ഇടത് കൈയും, അപ്പോൾ നമ്മൾ ഹെമിപ്ലീജിയ എന്ന് പറയും. മനസ്സിലായോ? അപ്പം ചിലപ്പം സ്പൈനൽ കോഡിൻ്റെയൊക്കെ സെർവൈക്കൽ സ്പൈനിലൊക്കെ ഇഞ്ചുറി ഉണ്ടാകുന്നെങ്കിൽ ഹോൾ ബോഡി അങ്ങ് പാരലൈസ്ഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2 കാലും 2 കൈയും പാരലൈസ്ഡ് ആയി പോകും, എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല, അവർ ടോട്ടലി ബെഡ് ആയിരിക്കും. അപ്പോൾ അവരുടെ എല്ലാ ആക്ടിവിറ്റീസും പിന്നെ കിടന്നുകൊണ്ട് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് കൂടുതൽ കെയർ വേണ്ട ആൾക്കാരാണ്, കാരണം അവർക്ക് ബെഡ് സോർ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്, ആസ്പിറേറ്ററി ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ, അതൊക്കെയാണത്. അപ്പോൾ ഇപ്പം മനസ്സിലായാലും ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് എന്ന്. പിന്നെ ബേൺസ് വെച്ച് വരിക എന്ന് പറഞ്ഞാൽ, അതായത് പൊള്ളലേക്കുമ്പോൾ അത് എത്രയാണ് ഡിഗ്രി ഓഫ് ബേൺസ് അനുസരിച്ച് ചിലയിടത്ത് അംഗവൈകല്യങ്ങളൊക്കെ സംഭവിക്കാൻ. കാരണം കഴുത്തേലൊക്കെ പൊള്ളുകയാണെങ്കിലുണ്ടല്ലോ, എങ്ങനെയാണെന്ന് വെച്ചാൽ ആ നമ്മുടെ കുട്ടികളുടെ താടിയുടെ അടിവശവും അവിടെ ഒത്തിരി ബേൺസൊക്കെ ഉണ്ടെങ്കിൽ, കഴുത്തിൻ്റെ ഏരിയയിലൊക്കെ ബേൺ ഉണ്ടെങ്കിൽ അവിടെ അവർക്ക് കഴുത്ത് മേളോട്ട് അല്ലെങ്കിൽ താടി മേളോട്ട് ഉയർത്താനും എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും പറ്റാതെ പോവുക, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ചില ലിംസൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാതെ പോവുക, ചില പ്രത്യേക ഇടത്തൊക്കെ പൊള്ളലുണ്ടായാലും അങ്ങനെയൊക്കെ സംഭവിക്കാം. മനസ്സിലായി? അപ്പോൾ അതാണ് നമ്മൾ ബേൺസ് കൊണ്ട് ക്രിപ്പിൾഡ് ആകുന്നത്, അങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്തത് ഈ ബ്ലൈൻഡ്നെസ്സിനെ പറ്റി നോക്കാം. ബ്ലൈൻഡ്നെസ്സിന് മെയിൻലി ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, WHO ഡെഫിനിഷനാണ് ഇത് പറഞ്ഞേക്കുന്നത്. പുസ്തകത്തിൽ 2-3 ഡെഫിനിഷൻ ഉണ്ട്, പക്ഷേ ഞാൻ ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളവരാണ് പറയാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു WHO, ബ്ലൈൻഡ്നെസ് ഈസ് ദ ഇന്നബിലിറ്റി ടു കൗണ്ട് ഫിംഗേഴ്സ് ഇൻ ഡേ ലൈറ്റ് ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 3 meters. അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ മുൻപിൽ നിന്ന് ഒരു 3 meter അകലെ നിന്നുകൊണ്ട് ഒരാൾ കൈ കാണിച്ചാൽ അയാളുടെ കയ്യിലുള്ള ഫിംഗേഴ്സ് എണ്ണാൻ കഴിയുമെങ്കിൽ അയാൾ ബ്ലൈൻഡ് അല്ല. എണ്ണാൻ കഴിയത്തില്ലെങ്കിൽ ആ പേഴ്സണ് ബ്ലൈൻഡായിട്ടാണ് WHO ഡെഫിനിഷൻ കൺസിഡർ ചെയ്യുന്നത്.
അതായത് ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു WHO, ബ്ലൈൻഡ്നെസ് ഇസ് ദ ഇന്നബിലിറ്റി ടു കൗണ്ട് ഫിംഗേഴ്സ് ഇൻ ഡേ ലൈറ്റ് ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 3 meters. അപ്പോൾ ഒരു വ്യക്തിയെ അയാൾക്ക് ബ്ലൈൻഡ്നെസ് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ അയാളിൽ നിന്ന് 3 മീറ്റർ അകലെ ഒരു മനുഷ്യനെ നിർത്തിയിട്ട് അയാൾ കൈ കാണിക്കാൻ പറയണം. ആ കയ്യിലെ ഫിംഗേഴ്സ് എല്ലാം അയാൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അയാൾ ബ്ലൈൻഡ് അല്ല, പറ്റത്തില്ലെങ്കിൽ അയാൾ ബ്ലൈൻഡാണ്. പിന്നെ ഇത് നല്ല പ്രകാശത്തിലുള്ള ഒരു ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂ, അല്ലാതെ ഇരുട്ടത്തൊക്കെ നിർത്തിയിട്ട് കൈ കാണിച്ചിട്ട് എണ്ണം പറയാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അതിന് കണ്ടീഷനുണ്ട്. അതായത് 3 മീറ്റർ ദൂരം നിർത്തണം, അതുപോലെ തന്നെ നല്ലപോലെ ലൈറ്റുള്ള ഡേ ലൈറ്റിലും ആവണം. അങ്ങനെ നിന്നുകൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അവർ കൈ പൊക്കി കാണിച്ചാൽ എണ്ണാൻ കഴിയത്തില്ലെങ്കിൽ ആ പേഴ്സണിനെ ബ്ലൈൻഡായിട്ടാണ് WHO പറയുന്നത്. ഓക്കെ. പിന്നെ പ്രിവലൻസ് ആൻഡ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 16 to 18 മില്യൺ ഇൻ ദ വേൾഡ് ബ്ലൈൻഡാണ്. അതിനകത്ത് 9 മില്യൺസ് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. മനസ്സിലായോ? 9 മില്യൺസ് ഇൻ ഇന്ത്യ. പിന്നെ ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, മാൽന്യൂട്രീഷൻ, പിന്നെ ഐ ഇൻഫെക്ഷൻസ് ആൻഡ് ഇഞ്ചുറീസ്, ദെൻ കൺജനിറ്റൽ ഐ ഡിസോർഡേഴ്സ്, ട്യൂമേഴ്സ്. ഇത്രയാണ് ഇതിൻ്റെ ഇറ്റിയോളജിക്കൽ ഫാക്ടർ. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, വൈറ്റമിൻ അത് നമ്മൾ ന്യൂട്രീഷനൊക്കെ പഠിക്കുമ്പോഴേ പഠിക്കുന്ന വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ക്യാൻ ലീഡ് ടു ആദ്യമേ നൈറ്റ് ബ്ലൈൻഡ്നെസ് പോലെ ഉണ്ടാകാം, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ബ്ലൈൻഡ്നെസ്സിലേക്ക് പോകാം. പിന്നെ മാൽന്യൂട്രീഷൻ, അതായത് പ്രോട്ടീൻ സബ്സ്റ്റൻസിൻ്റെയൊക്കെ കുറവ് കൊണ്ടും വേറെ ചില വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും ഉണ്ടാകാം. പിന്നെ ഐ ഇൻഫെക്ഷൻസ് ആൻഡ് ഇഞ്ചുറീസ്, അതായത് ഐ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് കൺജങ്ക്റ്റിവൈറ്റിസ് വരും. പിന്നെ നിങ്ങൾ ഒപ്താൽമോളജി പഠിച്ചപ്പോൾ എൻട്രോപ്പിയോൺ, എക്സ്ട്രോപ്പിയോൺ, ഇങ്ങനെ ചില കണ്ടീഷൻസൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ക്ലമീഡിയ, അങ്ങനെ ചില വൈറൽ ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള ചില ഐ ഇൻഫെക്ഷൻസൊക്കെ ബ്ലൈൻഡ്നെസ് ഉണ്ടാകാം. പിന്നെ ഇഞ്ചുറീസ്, കണ്ണിൽ എന്തെങ്കിലും വന്ന് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് വന്ന് കൊള്ളുക, അല്ലെങ്കിൽ അത് കോർണിയയിൽ ഇഞ്ചുറി ഉണ്ടാക്കുക, അതല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ആക്സിഡൻറ്റോ വല്ലതും പറ്റി വ്യക്തികളുടെ കണ്ണിനകത്തുള്ള ഐബാളിനകത്ത് ഇഞ്ചുറി ഉണ്ടാകുക. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഇഞ്ചുറീസ് കൊണ്ട് ബ്ലൈൻഡ്നെസ് ഉണ്ടാകാം. പിന്നെ കൺജനിറ്റൽ ഐ ഡിസോർഡേഴ്സ്, അത് ജന്മനാ ഉള്ള ചില ഐ ഡിസോർഡേഴ്സ് കൊണ്ടും ബ്ലൈൻഡ്നെസ് ഉണ്ടാകാം. പിന്നെ അതല്ലാതെ ട്യൂമർ അല്ലെങ്കിൽ മലിഗ്നൻസി, അതല്ലെങ്കിൽ ബിനൈൻ ട്യൂമറായാലും മലിഗ്നൻ ട്യൂമറായാലും ട്യൂമർ കണ്ണിൽ വന്നു കഴിഞ്ഞാൽ അതെപ്പോഴും അതിൻ്റെ ഓപ്പറേഷനോ സർജറിയൊക്കെ വേണ്ടി വരുമായിരിക്കും. അപ്പോൾ അത് ഏത് ഏരിയയാണ് ഇൻവോൾവ് ചെയ്തതെന്ന് അതിനനുസരിച്ച് അത് ഒരു വ്യക്തിയുടെ കാഴ്ച ശക്തിയെ ബാധിക്കാം. അപ്പോൾ ഇത്രയാണ് എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്. മനസ്സിലായി എന്തൊക്കെയാണ്? അതായത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, മാൽന്യൂട്രീഷൻ, ദെൻ ഐ ഇൻഫെക്ഷൻ ആൻഡ് ഇഞ്ചുറീസ്, കൺജനിറ്റൽ ഐ ഡിസോർഡേഴ്സ് ആൻഡ് ട്യൂമേഴ്സ്. മനസ്സിലായി? ഇത്രയാണ് ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പം ഡെഫിനേഷനും നമ്മൾ പഠിച്ചു, ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സും പഠിച്ചു. ഇനിയുള്ളത് അടുത്തത് പ്രോബ്ലം ഓഫ് എ ബ്ലൈൻഡ് ചൈൽഡ്. ഒരു കുട്ടി അന്ധനാണെങ്കിൽ ആ കുട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പറയുന്നത്. അതുപോലെ പ്രോബ്ലം ഓഫ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മറ്റുള്ളവരോടുള്ള അറ്റാച്ച്മെൻറ്റിൽ ചില വ്യത്യാസങ്ങളുണ്ടാകാം. പ്രോബ്ലം ഓഫ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിലായോ? അതായത് പ്രോബ്ലം ഓഫ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ മദർ ഡിസ്കവർ ദാറ്റ് ഹെർ ചൈൽഡ് ഈസ് ബ്ലൈൻഡ്, ദ ഇനിഷ്യൽ റിയാക്ഷൻ ഈസ് ഓഫൺ ഡിപ്രഷൻ. അതായത് മദർ ഡിപ്രസ്ഡ് ആകും, പിന്നെ അത് കഴിയുമ്പം ഡിപ്രസ്ഡ് ആകാം, ആൻഡ് ഗ്രീഫ് ഫോളോഡ് ബൈ റിജക്ഷൻ ഓഫ് ദ ചൈൽഡ്. കുട്ടിയെ വേണ്ട എന്നുള്ളൊരു തോന്നൽ അമ്മയിലുണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ അമ്മയ്ക്ക് കുട്ടിയുമായിട്ടുള്ള പറയുന്ന റിലേഷൻഷിപ്പിനെ അത് ബാധിക്കാം. അതാണ് പ്രോബ്ലം ഓഫ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ദിസ് ഈസ് ക്യാരക്ടറൈസ്ഡ് മെയിൻലി ബൈ ഹാമ്പറിങ് ഓഫ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് ദ മദർ. ആദ്യം കുട്ടി അന്ധനാണെന്ന് മനസ്സിലാക്കുക, അമ്മയ്ക്ക് ഡിപ്രഷൻ ഉണ്ടാകാം, അതിൽ നിന്ന് മാനസികമായി അമ്മയ്ക്ക് അതിനോട് പൊരുത്തപ്പെടാൻ കഴിവില്ലായ്മ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടിയോട് മദർ പ്രോപ്പർലി ഇൻട്രാക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ അത് ഹാമ്പർ ചെയ്യാം. ചിലപ്പോൾ നെഗ്ലക്റ്റും ഒക്കെ അമ്മയിൽ നിന്നുണ്ടാകാം. അതാണ് ഒന്ന്. പിന്നെ അതാണ് പ്രോബ്ലം ഓഫ് അറ്റാച്ച്മെൻറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹാമ്പറിങ് ഓഫ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് ദി മദർ. മനസ്സിലായോ? അതാണ് ഒരു ഫാക്ടർ. സെക്കൻഡ് ഫാക്ടർ ഈസ് ഇന്നബിലിറ്റി ടു യൂസ് ഹാൻഡ് ആസ് ആൻ ഓർഗൻ ഓഫ് പെർസെപ്ഷൻ. സാധാരണ നമ്മൾ ബ്ലൈൻഡ് കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ കൈകൊണ്ട് തൊട്ടൊക്കെയാണ് പലതും മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കാഴ്ചശക്തിക്ക് കുറവില്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ ഈ ഹാൻഡ് കൊണ്ട് പല കാര്യങ്ങളും തിരിച്ചറിയാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ട്. അതായത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നോർമൽ ചൈൽഡ് ആണെങ്കിൽ ഹാൻഡ് കോർഡിനേഷൻ ആൻഡ് റീച്ചിങ് ആൻഡ് ഫോർ ആൻ ഓബ്ജക്റ്റ് ഡെവലപ്പ് ബിറ്റ്വീൻ ദ 3 to 4 months തന്നെ കുട്ടിക്ക് അതുണ്ടാകും.
അതായത് കൈവച്ച് ഒരു സാധനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ അത് സാധനം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അന്ധനല്ലാത്ത ഒരു കുട്ടിക്ക് ഒരു 3-4 മാസം പ്രായമാകുമ്പോഴേ തന്നെ ഈ ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യും. പക്ഷേ ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു കുട്ടിക്ക് അതൊരു 9 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞാൽ മാത്രമേ കൈകൊണ്ട് പല പല കാര്യങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാനോ കൈയുടെ റോള് കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുട്ടിക്ക് കഴിയാതെ പോകുന്നു, ബ്ലൈൻഡ് കുട്ടിക്ക്. മനസ്സിലായോ? അതേസമയം അല്ലാത്തൊരു കുട്ടിയാണ് ഒരു 3 മാസം ആകുമ്പോൾ തന്നെ പല സാധനങ്ങൾ കൈകൊണ്ടെടുക്കുക, അത് നോക്കുക, അതെന്താണെന്ന് മനസ്സിലാക്കുക, കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ഒരു അന്ധനല്ലാത്ത കുട്ടിക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ കുട്ടി അന്ധയാകുന്നുണ്ടെങ്കിൽ അതിന് ഈ കൈകൊണ്ട് പല പല കാര്യങ്ങളും തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ പറ്റാത്തൊരു അല്ലെങ്കിൽ വളരെ വളരെ ഡിലേ ആയി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതാണ് പറയുന്നത് ഇന്നബിലിറ്റി ടു യൂസ് ഹാൻഡ് ആസ് ആൻ ഓർഗൻ ഓഫ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ചുറ്റുപാടുകളെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് കൂടുതലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ കണ്ണ്, മൂക്ക്, ചെവി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അതിന് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ കൈക്ക് പല പല കാര്യങ്ങളും തിരിച്ചറിയാൻ ഒരു വ്യക്തിക്ക് കോൺസെപ്റ്റ് ഫോർമേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ പെർസെപ്ഷൻ കൊടുക്കാൻ കൈക്കും ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. അപ്പോൾ സാധാരണ വ്യക്തികളിൽ അന്ധനല്ലെങ്കിൽ ഒരു 2-3 മാസത്തിനകം അത് ആ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കും. പക്ഷേ അന്ധനായ ഒരു കുട്ടിക്ക് അത് ഡെവലപ്പ് ചെയ്യത്തില്ല. അത് ഡെവലപ്പ് ചെയ്യും വളരെ ലേറ്റായിട്ട് മാത്രം, 1 വയസ്സൊക്കെ ആകുമ്പോഴേ അത് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതൊരു ഈ ബ്ലൈൻഡ് ചൈൽഡിൻ്റെ ഒരു പ്രോബ്ലമാണ്. ദാറ്റ് ഈസ് ഇന്നബിലിറ്റി ടു യൂസ് ഹാൻഡ്സ് ആസ് ആൻ ഓർഗൻ ഓഫ് പെർസെപ്ഷൻ. പിന്നെ അടുത്തത് പ്രോബ്ലം ഇൻ ലോക്കോമോഷൻ, ദാറ്റ് ഈസ് ഡിലേ ഇൻ ലോക്കോമോഷൻ. എന്ന് വെച്ചാൽ നമ്മൾ എഴുന്നേറ്റ് പോകാനോ നടക്കാനോ, അതായത് നമുക്കറിയാമല്ലോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോ കുട്ടിയും ഇരിക്കുന്നത് എപ്പോഴാണ്, കവന്ന് വീഴുന്നത് എപ്പോഴാണ്, ഇരിക്കുന്നത് എപ്പോഴാണ്, പിന്നെ പിടിച്ച് നിൽക്കുന്നത് എപ്പോഴാണ്, പിന്നെ പിടിച്ച് നടക്കുന്നത് എപ്പോഴാണ്, പിടിക്കാതെ നടക്കുന്നത് എപ്പോഴാണ്, ഇതൊക്കെ നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പഠിക്കുന്ന ഈ പറയുന്ന മൈൽസ്റ്റോൺ. പ്രത്യേകിച്ച് ഈ മോട്ടോർ ആക്ടിവിറ്റിയൊക്കെ ഈ ബ്ലൈൻഡ് ചൈൽഡിൻ്റെ ലേറ്റ് ആകും പോകും. അതാണ് പറയുന്നത് പ്രോബ്ലം ഇൻ ലോക്കോമോഷൻ ബിക്കംസ് ഡിലേ. പിന്നെ അടുത്തത് പ്രോബ്ലം ഇൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, അതായത് കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഡിലേ ഉണ്ടാകും ഒരു ബ്ലൈൻഡ് കുട്ടിക്ക്. മനസ്സിലായോ? പ്രോബ്ലം ഇൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ഡിലേ ഇൻ എബിലിറ്റി ഫോർ അബ്സ്ട്രാക്ഷൻ. അതായത് ഓരോ വ്യക്തികളും ഓരോ കാര്യങ്ങളും കണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നുമുണ്ട് അല്ലേ? ഇപ്പം തന്നെയാണെങ്കിൽ നമ്മൾ ഓരോരുടെ കളർ ഐഡൻറ്റിഫിക്കേഷൻ, ഷേപ്പ് ഐഡൻറ്റിഫിക്കേഷൻ, അതായത് അത് ഏതെല്ലാം അതുപോലെ എന്താ നമ്മൾ പറയുന്നത് പല ഡയമെൻഷനിലുള്ള സാധനം ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഈ ഐഡൻറ്റിഫിക്കേഷനും ഒരു കോൺസെപ്റ്റ് ഫോർമേഷനും ഒക്കെ ഉണ്ടാകുന്നതിൽ കണ്ണിന് അല്ലെങ്കിൽ ഒരു കണ്ണെന്ന് പറയുന്ന സെൻസ് ഓർഗന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ കാര്യത്തിൽ കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രോബ്ലം ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക്. അതാണ് വേറെ ഒരു പ്രോബ്ലം ഓഫ് ദി ബ്ലൈൻഡ് ചൈൽഡ്. പിന്നെ അടുത്തത് ഡിപ്പെൻഡൻസ്. അവരെപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയത്തുള്ളൂ. ആദ്യം അറിയാമല്ലോ, നമുക്കറിയാം കണ്ണില്ലാത്ത ഒരു കുട്ടിയെ നമ്മൾ ചുമ്മാ റോഡിലോട്ട് ആരെങ്കിലും ഇറക്കി വിടത്തില്ല. അമ്മയും അച്ഛനും കൂടെ ഉണ്ടെങ്കിൽ അവരെ കൈപിടിച്ച് കൊണ്ടുപോയി ആക്സിഡൻറ്റും കാര്യങ്ങളും ഒന്നും പറ്റാതെയും മറിഞ്ഞു വീഴാതെയും എപ്പോഴും ഡയറക്ഷൻ കൊടുത്തുമൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പം തന്നെ അവർ ജനിക്കുമ്പം തന്നെ അങ്ങനെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അതിൻ്റെ ഒരു ആവശ്യകതയും ബ്ലൈൻഡ് കുട്ടികൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണേലും ആർക്കെങ്കിലും അവർക്കൊരു സഹായം വേണം എന്നുള്ള ഒരു കാര്യം അവർക്ക് അത്യാവശ്യമായിട്ട് വരും. നമ്മൾ പക്ഷേ ഇപ്പോൾ റോഡിലൊക്കെ കാണാറുണ്ട് ഓരോരുത്തരൊക്കെ ഈ വടി കൊണ്ട് ചില ഭിക്ഷ യാചിക്കുന്നവരൊക്കെ ഞാൻ പലപ്പോഴും ബസ് സ്റ്റാൻഡിലുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ കൂടെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ ഒന്നും ഇപ്പോൾ കാണാറില്ല. പകരം അവർ ആ വടി ഉപയോഗിച്ച് സറൗണ്ടിങ്സിനെ പറ്റി ചെക്ക് ചെയ്ത് അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതാണ് കാണുന്നത്. പക്ഷേ കുട്ടികളാകുമ്പോൾ അവരെ കുറേ കൂടെ പ്രായം കുറഞ്ഞവരല്ലേ, അവർക്ക് കുറേ കൂടെ മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണം. അതാണ് പറയുന്നത് ഡിപ്പെൻഡൻസ്, മോർ ഡിപ്പെൻഡൻറ്റ് ഓൺ പേരൻസ്. എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, പിന്നെ അതുപോലെ തന്നെ ഹൈജീനിക് നീഡ്സ്, ഇതിനകത്തെല്ലാം തന്നെ അവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സഹായം വേണം എന്നുള്ള നിലയിലാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ ബ്രെയിലി സിസ്റ്റത്തിലൊക്കെ വന്ന് പഠിപ്പിക്കുമ്പോൾ പിന്നെ ആംഗ്യ ഭാഷയെ പഠിച്ച് കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾ കുറച്ചൊക്കെ ഒരു എക്സ്റ്റെൻറ്റ് വരെയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആകും. ഞാനിപ്പോഴും ഓർക്കുന്നു, നിങ്ങളുടെ സീനിയേഴ്സിനെയും കൊണ്ട് ഞാൻ മെൻ്റൽ ഹെൽത്തിൻ്റെ പോസ്റ്റിങ്ങിന് ഒരു ഡിസ്റ്റൻസ് സെൻറ്ററിൽ പോകുമായിരുന്നു. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഒരു ബ്ലൈൻഡിനെ റീഹാബിലിറ്റേറ്റ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ട്.
തുവയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞാൻ പോകുന്നത്. അതായത് അങ്ങ് അടൂർ ചെന്നിട്ട് അവിടുന്ന് വീണ്ടും പോകണം. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്ന സ്ഥലത്ത് ഈ ബ്ലൈൻഡ് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ട്. അപ്പോൾ അവിടെ അടൂരിൽ നിന്ന് ബസ്സിൽ കയറുമ്പോൾ അടൂരിൽ നിന്ന് ഒരുപാട് കുട്ടികൾ കയറാറുണ്ട്. ആ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങും. ഈ ബസ്സായിരിക്കും പോകുന്നത്. അപ്പോൾ അവരുടെ ആംഗ്യ ഭാഷയിലുള്ളൊക്കെ സംസാരം കണ്ടു കഴിഞ്ഞാൽ അവർക്കെല്ലാം മനസ്സിലാവും. ആ ആംഗ്യ ഭാഷ കാണിച്ചാൽ നമുക്ക് ആദ്യമൊക്കെ നമുക്ക് ആദ്യം കാണുമ്പോൾ ഏതാണ്ട് അബ്നോർമലായിട്ട് തോന്നും, ചിരി വരും. പക്ഷേ കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പം ആ സ്കൂൾ അവർക്ക് വേണ്ടി പ്രത്യേകമുള്ള സ്കൂളാണ്. മനസ്സിലായോ? അതാണ് അവരുടെ ആംഗ്യ ഭാഷ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്കൂളാണ്, ഓരോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതാണ്. അപ്പം ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡൻസ് ഉണ്ട്. പിന്നെ ബിഹേവിയർ പ്രോബ്ലംസ് ആർ കോമൺ സച്ച് ആസ് repetitive hand motion and head knocking, ഹെഡ് റൊട്ടേറ്റിംഗ് ആൻഡ് ഐ റബ്ബിങ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ ചില ആക്ടിവിറ്റീസൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഈ പറയുന്ന ബ്ലൈൻഡ് കുട്ടികൾ കാണിക്കും. എന്തൊക്കെയാണ് കോമൺ, അതായത് അവരുടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും ബിഹേവിയർ പ്രോബ്ലംസ് ദേ ആർ മോർ കോമൺ സച്ച് ആസ് റെപ്പറ്റേറ്റീവ് ഹാൻഡ് മൂവ്മെൻറ്റ്, കൈ ഇങ്ങനെ എപ്പോഴും അനക്കിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി. ഹെഡ് നോക്കിങ്, അതായത് തല ഇപ്പോൾ എപ്പോഴും കുലുക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും തലയെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക, തല എവിടെയെങ്കിലും കൊണ്ട് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യം. പിന്നെ റൊട്ടേറ്റിംഗ്, തല ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഐ റബ്ബിങ്, കണ്ണിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചില അബ്നോർമൽ ബിഹേവിയറൊക്കെ ഈ കുട്ടികൾ കാണിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് പ്രോബ്ലംസ് ഓഫ് ബ്ലൈൻഡ് ചൈൽഡ്. ഇനി നമുക്ക് ഇവരുടെ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. എയർലി ഇൻ്റർവെൻഷൻസ് ആർ എസെൻഷ്യൽ ടു പ്രിവെൻറ്റ് കോംപ്ലിക്കേഷൻ. എത്ര നേരത്തെ കണ്ടുപിടിക്കപ്പെടുന്നുണ്ടോ അപ്പം തന്നെ കുട്ടിയെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകണം. മനസ്സിലായോ? അപ്പോൾ എന്താണ് അതിൻ്റെ ഇൻ്റർവെൻഷൻസിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ അത് ഏർലിയസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അവർക്ക് മറ്റുള്ള അവരുടെ ആംഗ്യഭാഷ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബ്രെയിലി സിസ്റ്റം പഠിപ്പിക്കുക, അല്ലെങ്കിൽ ആംഗ്യഭാഷയിൽ കൂടെ സംസാരിക്കാൻ അവരെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. അതല്ലെങ്കിൽ പിന്നെന്താണെന്ന് വെച്ചാൽ ബ്രെയിലി സിസ്റ്റം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉപയോഗിച്ച് അവരെ പഠിക്കാൻ പ്രാപ്തരാക്കുക, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് നടത്താൻ പ്രാപ്തരാക്കുക. എന്നിട്ട് കഴിയുന്നതും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ആ ടെൻഡൻസി കുറച്ച് കൊണ്ടുവന്നിട്ട് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക. അതാണ് മെയിൻലി മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം. അതിനകത്ത് ഇൻ്റർവെൻഷൻസിനകത്ത് പറയുന്ന ഫസ്റ്റ് വൺ, ചൈൽഡ് ഷുഡ് ബി ട്രെയിൻ ടു റെക്കഗ്നൈസ് ടാക്ടൈൽ ആൻഡ് ഓഡിറ്ററി സ്റ്റിമുലൈ. അതായത് അവർ തൊട്ട് മനസ്സിലാക്കാനും അല്ലെങ്കിൽ കേട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരെ ട്രെയിൻ ചെയ്യണം. കാരണം കണ്ണ് ഫങ്ഷൻ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ പല ഫങ്ഷനും മറ്റ് ഇന്ദ്രിയങ്ങൾ ഏറ്റെടുക്കുന്നു. മനസ്സിലായി? അതാണ് പറഞ്ഞത് ചൈൽഡ് ഷുഡ് ബി ട്രെയിൻ ടു റെക്കഗ്നൈസ് ടാക്ടൈൽ മീൻസ് ബൈ ടച്ച് ആൻഡ് ഓഡിറ്ററി സ്റ്റിമുലൈ. കേൾവിയിൽ നിന്നും ടച്ച് കൊണ്ടും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവരെ ട്രെയിൻ ചെയ്യണം. പിന്നെ സ്പീച്ച് തെറാപ്പി ഫോർ സ്പീച്ച് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ സ്പീച്ച് തെറാപ്പി കൊടുക്കാനുള്ള പ്രത്യേക ആൾക്കാർ തന്നെയും പ്രത്യേക ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് ഒക്കെ ഉണ്ട് സ്പീച്ച് തെറാപ്പിക്ക് വേണ്ടിയുള്ള. അപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ അവരെ കൂടുതൽ സ്പീച്ച് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുക. പ്രത്യേകിച്ച് ഈ ഡംബായിട്ടുള്ള കുട്ടികൾക്കാണ് ഇത് കൂടുതൽ ആപ്ലിക്കബിളായിട്ട് വരുന്നത്. പിന്നെ അടുത്തത് ഒക്കുപേഷണൽ തെറാപ്പി ഓർ വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ ഏണിംഗ് പർപ്പസ്. അതായത് കണ്ണ് കാണാൻ വയ്യാന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുക്കെ അവർക്കൊരു റിസോഴ്സ് പേഴ്സൺ അല്ലെങ്കിൽ അവർക്കൊരു ഇൻകം റിസോഴ്സ് ഒന്നും ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കാനൊന്നും ഇന്നത്തെ കാലത്ത് പറ്റില്ല, പൈസ ഇല്ലാതെ. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വന്തമായിട്ട് അവരുടെ കഴിവുകൾ വെച്ച് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കാനുള്ള പണം നേടിയെടുക്കാനുള്ള ഗൈഡൻസ് കൊടുക്കുക. അതിനു വേണ്ടിയുള്ള വൊക്കേഷണൽ ട്രെയിനിങ് അവർക്ക് കൊടുക്കുക. മനസ്സിലായോ? ഇപ്പോൾ തന്നെ ചില കമ്പനികളിലൊക്കെ ഈവൻ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പല കാര്യങ്ങൾ അവർ ട്രെയിൻഡ് ആണെങ്കിൽ അവരെ കൊണ്ട് ഇപ്പോൾ തന്നെ മാച്ച് ഫാക്ടറി അങ്ങനെയുള്ളിടത്തൊക്കെ അല്ലെങ്കിൽ കവർ മേക്കിംഗ് ഫാക്ടറി, അപ്പോൾ പല കാര്യങ്ങളും തൊട്ട് മനസ്സിലാക്കി അവർക്ക് പ്രോപ്പർലി ചെയ്യാൻ കഴിയും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ തന്നെ അവരെ ദേ ഷുഡ് ബി ട്രെയിൻ ടു റെക്കഗ്നൈസ് ആൻഡ് യൂസ് കോമൺ ഹൗസ് ഹോൾഡ് തിങ്സ്. അതായത് വീട്ടിലൊക്കെ തന്നെ അവിടെ ഉള്ളപ്പോൾ തന്നെ ആ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവരുടെ ഓരോ സാധനങ്ങളും എവിടെയാണ് ഇരിക്കുന്നതെന്ന് അവർ തന്നെ അവെയർ ആകണം. അവർ തന്നെ അത് കണ്ടുപിടിച്ച് ഇപ്പോൾ തന്നെ ഒന്ന് കുളിക്കണമെങ്കിൽ വീട്ടിൽ കുളിക്കുന്നതിന് മുമ്പേ എണ്ണ തേക്കണം. എന്നും എവിടെയാണ് കുട്ടികൾക്ക് അക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്രത്യേക പ്ലേസിൽ കൊണ്ടുപോയി എണ്ണ വെച്ച് കഴിഞ്ഞാൽ എന്നും ആ സൈഡിൽ പോയി അതിന് ആ എണ്ണ എടുത്ത് തേച്ചിട്ട് പിന്നെ അത് ബാത്റൂമിൽ പോയി സോപ്പ് എവിടെ ആയിരിക്കുന്നത്, ഇതൊക്കെ അതിന് ഒരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് പ്ലേസിൽ ഇതൊക്കെ വെച്ച് കൊടുത്താൽ ആദ്യം ഇതെല്ലാം കൈകൊണ്ട് ടച്ച് ചെയ്ത് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എളുപ്പമാണ്.
നമ്മൾ ആലോചിച്ച് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി പോകുമ്പോഴേ നമ്മൾ പെട്ടെന്ന് നമ്മളിരിക്കുന്നിടത്ത് നമ്മുടെ കിച്ചൺ വരെ പോകണമെങ്കിലോ നമ്മുടെ ബെഡ്റൂമിൽ വരെ പോകണമെങ്കിലോ നമ്മളുടെ വീടിൻ്റെ ഓരോ ഫർണിച്ചറൊക്കെ എവിടെയാണ് കിടക്കുന്നത് നമുക്കൊരു ഐഡിയ ഉള്ളവർ തന്നെയാണ്. അപ്പോൾ ലൈറ്റ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ടച്ച് ചെയ്ത് നമ്മുടെ വഴി കണ്ടുപിടിച്ച് നമ്മൾ ഈ പറയുന്ന റൂമുകളിലേക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ വളരെ ശ്രദ്ധയോടെ വളരെ സൂക്ഷിച്ചാവണം അല്ലേ. അല്ലാതെ കറണ്ട് വരുന്നിടം വരെ നമ്മൾ നോക്കി ചിലപ്പോൾ ഇരിക്കത്തില്ല. നമ്മൾ ചിലപ്പം മെഴുകുതിരി കത്തിച്ച് ഉപയോഗിക്കാം. എന്നാലും ഞാൻ പറയുന്നത് ഇരുട്ടത്ത് വേണമെങ്കിൽ ബ്ലൈൻഡ് കുട്ടികളുടെ കാര്യത്തിൽ മെഴുകുതിരിയുടെ കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഇല്ലേ. അവർക്ക് മെഴുകുതിരിയുടെ വെളിച്ചവും അവർക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പം അവർ ടച്ച് എന്ന് പറയുന്ന ആ ഒരു സെൻസ് ഓർഗൻ ഉപയോഗിച്ചും അതുപോലെ തന്നെ മെയിൻലി ശബ്ദത്തിൻ്റെ പ്രത്യേകത കൊണ്ടും. ഇപ്പം നമ്മൾ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ഡയറക്ഷനിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഏത് ദിശയാണെന്ന് നമുക്ക് മനസ്സിലാവും. തെക്ക് നിന്നാണോ വടക്കു നിന്നാണോ അല്ലെ റൈറ്റ് സൈഡിൽ നിന്നാണോ ലെഫ്റ്റ് സൈഡിൽ നിന്നാണോ ശബ്ദം വരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് അങ്ങനെ നമുക്ക് ദിശകൾ മനസ്സിലാക്കാനും ഒക്കെ ഈ ഓഡിറ്ററി സ്റ്റിമുലസ് കൊണ്ട് ഒരസിൻ്റെ വരെ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഒക്കുപേഷണൽ തെറാപ്പി ഓർ വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ ഏണിംഗ് പർപ്പസ്. പിന്നെ ഷുഡ് ബി ട്രെയിൻ ടു റെക്കഗ്നൈസ് ആൻഡ് യൂസ് കോമൺ ഹൗസ് ഹോൾഡ് തിങ്സ്. ദെൻ ഷുഡ് ബി ട്രെയിൻ ടു ട്രാവൽ ഇൻഡിപെൻഡൻ്റ്ലി. മനസ്സിലായോ? കുറച്ചൊക്കെ സമൂഹത്തിലെ ആൾക്കാരൊക്കെ പണ്ടൊക്കെ ഇപ്പം നമ്മൾ ഒരു മനുഷ്യനിന്ന് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്, അയാൾ അന്ധനാണെന്ന് മനസ്സിലാക്കി ആരെങ്കിലുമൊക്കെ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനൊക്കെ ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾ ആ വ്യക്തിയെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വരെ കടത്തിവിടാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ. ആ പഴയ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ കൺസേൺ മാത്രമേ ഉള്ളൂ, അവർക്കൊന്നിനും സമയമില്ല. അങ്ങനെ വരുന്നതാണ് ഇങ്ങനെ ആൾ നിൽക്കുന്നത് കണ്ടാൽ പോലും ആരും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകും. അതുപോലെ തന്നെ പിന്നെ വണ്ടിയിലൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ അവർക്കൊരു സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ സീറ്റ് കയറി നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു കയറിയിരിക്കുന്ന കാണാം. മനസ്സിലായോ? അപ്പോൾ ഒരു അന്ധൻ വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയുള്ള സീറ്റാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കൊടുത്തിട്ട് ആ ആളെ അവിടെ ഇരുത്താനുള്ളൊരു മെൻറ്റാലിറ്റി എങ്കിലും ആൾക്കാർ കാണിക്കണം. അങ്ങനെയൊക്കെയുള്ളവരാണ് മനുഷ്യജീവികൾ എന്ന് പറയുന്നത്. അതല്ലാതെ കണ്ണുപൊട്ടനാണെങ്കിലും അയാളവിടെ നിന്നോട്ടെ എനിക്കിവിടെ സുഖമായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് അയാളുടെ സീറ്റ് കയറി ഇന്ന് യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ ബസ്സിൽ കാണാറുണ്ട്. പക്ഷേ അത് പണിഷബിളാണ് എങ്കിൽ പോലും അവർ അങ്ങനെ ചെയ്യുന്ന മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിൻ്റെയും കൂടെ ഒരു ആവശ്യമാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. അത് പോസിബിൾ അല്ലാതെ വന്നപ്പോഴാണ് ഈ സീറ്റ് റിസർവേഷനും ഈവൻ ട്രെയിനിലും ബസ്സിലും ഒക്കെ അവർക്ക് റിസർവേഷൻ വന്നതൊക്കെ. അല്ലെങ്കിൽ സാമാന്യ ജീവികൾക്ക് ഒരാൾ കണ്ണുപൊട്ടനോ അല്ലെങ്കിൽ ഒരു അംഗവൈകല്യം ഉള്ളവനോ കയറി വരുമ്പോൾ ഒന്ന് മാറിക്കൊടുക്കാം. അത് സാധാരണ മനുഷ്യൻ്റെ ഒരു പ്രത്യേക മെൻറ്റാലിറ്റിയുടെ ഭാഗമാണ്. നമുക്ക് നാളെ ഇങ്ങനെ സംഭവിച്ചുകൂടായൊന്നും ഇല്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ചിലപ്പം അവർക്ക് വേണ്ടി ഹെൽപ്പിംഗ് ഹാൻഡ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. അങ്ങനെയാണിത്. പിന്നെ അവർക്ക് പല പല റൂൾസ് ആൻഡ് റെഗുലേഷനും ഒക്കെ വന്നതും അവരെ കൺസിഡർ ചെയ്യണമെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണം സൊസൈറ്റി. അങ്ങനെ അതിനുവേണ്ടി നിയമം കൊണ്ടുവന്നവരും ഒക്കെ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റിനകത്ത് നമ്മൾ പറഞ്ഞ ഇയർലി ഇൻ്റർവെൻഷൻ വേണം. ഷുഡ് ബി ട്രെയിൻ ടു ട്രാവൽ ഇൻഡിപെൻഡൻ്റ്. അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി ഡെഫ്നെസ്സിൻ്റെ കാര്യം എടുക്കാം. ഇപ്പം ബ്ലൈൻഡ്നെസ് കഴിഞ്ഞല്ലോ. ഡെഫ്നെസ് എന്ന് പറഞ്ഞാൽ അത് കേൾവി കുറവുള്ള അല്ലെ കേൾവി ഇല്ലാത്തവരെയാണ് നമ്മൾ ഡെഫ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് ഹിയറിംഗ് ലോസ് വിച്ച് ഈസ് പ്രസൻറ്റ് ഫ്രം ദ ബർത്ത് ഓർ early childhood that renders an individual incapable of maintaining meaningful auditory contact with the environment. മനസ്സിലായോ? അതിനകത്ത് പറയുന്നത് ഹിയറിംഗ് ലോസ് വിച്ച് ഈസ് പ്രസൻറ്റ് ഫ്രം ബർത്ത് ഓർ early childhood. അത് ഒന്നുകിൽ ജന്മനാ തന്നെ ഉള്ളാകാം, അല്ലെങ്കിൽ അത് അക്വയർഡ് ആകാം. ചൈൽഡ്ഹുഡ് ദാറ്റ് റെൻഡേഴ്സ് ആൻ ഇൻഡിവിജ്വൽ ഇൻകേപ്പബിൾ ഓഫ് മെയിൻറ്റെയിനിങ് മീനിങ് ഓഡിറ്ററി കോണ്ടാക്റ്റ് വിത്ത് എൻവയൺമെൻറ്റുമായിട്ട് ഓഡിറ്ററി കോണ്ടാക്റ്റിന് ആകാത്ത തരത്തിൽ ഒരു വ്യക്തിക്കുള്ള പ്രത്യേകതയാണ് അയാളുടെ ഡെഫ്നെസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ജന്മന ഉള്ളതാകാം, അല്ലെങ്കിൽ അക്വയർഡും ആകാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ദിസ് കോസസ് ഓർ ഇറ്റിയോളജി ക്യാൻ ബി ഡ്യൂ ടു കോസസ് ബിഫോർ ബർത്ത് ഓർ അറ്റ് ബർത്ത് ഓർ ആഫ്റ്റർ ബർത്ത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പ്രീനേറ്റൽ, ഇൻട്രാനേറ്റൽ ഓർ പോസ്റ്റ്നേറ്റൽ കോസസ് ആവാം. അതിനകത്ത് കോസസ് ബിഫോർ ബർത്ത് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആകാം. അതായത് കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തന്നെ അതിന് എന്തെങ്കിലും ഇൻട്രായൂട്രൈൻ ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരാം. ഇൻഫെക്ഷൻ, ഡ്രഗ് ഇൻടേക്ക് ബൈ ദ മദർ,
അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എയർലി ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് എയർലി 3 മാസം എന്ന് പറയുന്നത് ഓർഗാനോജെനിസിസിൻ്റെ സമയമാണ്. ആ സമയത്ത് എന്തെങ്കിലും ടോക്സിക് ഡ്രഗോ ടോക്സിക് സാധനങ്ങളോ എന്തെങ്കിലും മദർ കൺസ്യൂം ചെയ്താൽ അത് ഈ പറയുന്ന ഓർഗൻ ഫോർമേഷനെയൊക്കെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാരണമാകാം. അതാണ് ഡ്രഗ്സ് ടേക്കൺ ബൈ ദ മദർ ഇൻ പ്രഗ്നൻസി, എസ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ് 3 months ഓഫ് പ്രഗ്നൻസി. പിന്നെ അടുത്തത് ഡിസീസ് ഇൻ മദർ, അതായത് മദറിനാളുടെ ഏതെങ്കിലും ഇൻഫെക്ഷനും, അതായത് മദർ കുട്ടിയെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡിസീസ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതും കുട്ടികൾക്ക് കുട്ടിയുടെ കേൾവിശക്തിയെയും ബാധിക്കാം. പിന്നെ അടുത്തത് കോസ് അറ്റ് ബർത്ത്, അത് മെയിൻലി പ്രൊലോങ്ഡ് ലേബർ. ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, അതായത് ഫിസിക്കൽ ഹാൻഡിക്യാപ്പിൻ്റെ മെയിനായിട്ടുള്ള കാരണം പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ജനറലായിട്ട് ചെറിയ കോസൊക്കെ പറഞ്ഞു. അന്നേരം ഞാനിത് പറഞ്ഞതാണ്. പ്രൊലോങ്ഡ് ലേബർ, ഇതൊരു അതായത് കുട്ടിയെ പ്രസവിക്കാൻ ഒരുപാട് സമയം എടുക്കുക, പ്രൊലോങ്ഡ് ലേബർ. പിന്നെ അനോക്സിയ ഡ്യൂറിങ് അതായത് ആ സമയത്ത് കുട്ടി അമ്മയുടെ പിന്നെ അതായത് ബർത്ത് ട്രാക്റ്റിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കുക, അല്ലെങ്കിൽ കുട്ടി ഡെലിവേർഡ് ആകാൻ ഒരുപാട് സമയം എടുക്കുക. അതുകൊണ്ട് കുട്ടി അനോക്സിക് ആകുക, അതായത് ബ്രെയിനിന് പ്രോപ്പർ ബ്ലഡ് സപ്ലൈ കിട്ടാത്ത പോലെ, അതായത് കോഡ് പ്രൊലാപ്സ് ഒക്കെ ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അങ്ങനെയുള്ള ചില കണ്ടീഷനൊക്കെ വരുന്നുണ്ടേ കുട്ടികൾക്ക് സഫീഷ്യൻ്റ് ഓക്സിജൻ, അതായത് കുട്ടിയെ ഡെലിവറി ആയി കഴിഞ്ഞ് കുട്ടി ഫസ്റ്റ് ബ്രീത്ത് എടുക്കുമ്പോഴേ തൊട്ടേ ലങ് ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ. അതിന് മുമ്പേ വരെ അംബിളിക്കൽ കോഡിൽ കൂടെ കുട്ടിക്ക് അമ്മയിൽ നിന്നും ബ്ലഡ് ഹൈ ഓക്സിജൻ കണ്ടുള്ള ബ്ലഡ് കിട്ടിക്കൊണ്ടിരിക്കണം. അത് ഏതെങ്കിലും കാരണവശാൽ കിട്ടാതെ പോവുക, അല്ലെങ്കിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബ്രീത്ത് എടുക്കാൻ താമസിക്കുക. മനസ്സിലായി? അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിനുള്ള കാരണങ്ങളെല്ലാം തന്നെ ഇൻട്രാനേറ്റൽ കോസാണ് ഓഫ് ഡെഫ്നെസ്. ഓക്കെ. പിന്നെ കോസസ് ആഫ്റ്റർ ബർത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐ ഇൻഫെക്ഷൻ, ട്രോമ, ഡ്രഗ് ടോക്സിസിറ്റി, അതായത് ഡ്രഗിൻ്റെ കോംപ്ലിക്കേഷനോ എന്തെങ്കിലും കൊണ്ടൊക്കെ ഈവൻ ആഫ്റ്റർ ചൈൽഡ് ബർത്തും കുട്ടികൾക്ക് ഡെഫ്നെസ് ഉണ്ടാകാം. മനസ്സിലായല്ലോ? പിന്നെ അടുത്തത് ഇനിയും പ്രോബ്ലംസ് ഓഫ് ഡെഫ് ചിൽഡ്രൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് അക്കാഡമിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് റിട്ടാർഡേഷൻ. അക്കാഡമിക്കായിട്ട് കുട്ടിക്ക് സ്കൂളിൽ പോകുമ്പം നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞ് കേട്ട് എല്ലാ കുട്ടികളും ഓരോന്നും പഠിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കണ്ടു പഠിക്കാൻ പറ്റത്തില്ല, കേട്ട് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളൊരു കാര്യം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഡെഫായിട്ടുള്ളൊരു കുട്ടിക്ക് അത് എങ്ങനെ ടീച്ചർ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അക്കാഡമിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് റിട്ടാർഡേഷൻ, ലിംഗ്വിസ്റ്റ് മീൻസ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഇത് രണ്ടും റിട്ടാർഡായി പോകും. പിന്നെ ഇമോഷണൽ ഇമ്മച്യൂരിറ്റി, അവർക്ക് വൈകാരികമായിട്ടും അവരെപ്പോഴും ഇമ്മച്യൂർ ആയിരിക്കും. അതാണ് ഇമോഷണൽ ഇമ്മച്യൂരിറ്റി എന്ന് പറയുന്നത്. പിന്നെ എക്സിബിറ്റ് റിജിഡിറ്റി, ആബ്സെൻസ് ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നർ കൺട്രോൾ. ഇത്രയും കാര്യങ്ങളിൽ അവർക്ക് അവർ ആഡിക്കേറ്റ് ആയിരിക്കത്തില്ല. എന്തിലൊക്കെയാണ്? ദേ വിൽ എക്സിബിറ്റ് വെരി റിജിഡിറ്റി, അതായത് അവർ വളരെ റെസിസ്റ്റൻറ്റും വളരെ മീൻസ് പലപ്പോഴും പറഞ്ഞാൽ അത് കേൾക്കുന്ന കുട്ടികളും ഒന്നും ആയിരിക്കത്തില്ല. അതാണ് അവർ എക്സിബിറ്റ് റിജിഡിറ്റി, ആബ്സെൻസ് ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നർ കൺട്രോൾ. മനസ്സിലായോ? പിന്നെ ഇമ്പൾസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണ്. വെയർ ബൈ എ ചൈൽഡ് ഈസ് ആക്ടിങ് സഡൻലി വിതൗട്ട് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദ കോൺസിക്വൻസസ്. അതിനാണ് നമ്മൾ ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. അതായത് പരിണത ഫലങ്ങളെപ്പറ്റി ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നതിനാണ് ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി? അതൊരു നോർമൽ മൈൻഡിൻ്റെ ഒരു നോർമൽ കണ്ടീഷനല്ല. ഇപ്പം മൈൻഡിൻ്റെ നോർമലായിട്ടുള്ള ഞാൻ ചെയ്യുന്നതിന് ഇന്ന കോൺസിക്വൻസ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കണം. ആ നല്ല കോൺസിക്വൻസിന് വേണ്ടിയാണ് ഓരോ വ്യക്തിയും അവരുടെ ബിഹേവിയറിനെ രൂപപ്പെടുത്തുന്നത്. പക്ഷേ അബ്നോർമലായിട്ട് കോൺസിക്വൻസ് ഉണ്ടാകുകയാണെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാനോ ആണ് എല്ലാവരും ശ്രമിക്കുന്നത്, ബുദ്ധിയുള്ളവരെല്ലാം ശ്രമിക്കുന്നത്, അല്ലേ? അത് അതിൻ്റെ പരിണിത ഫലങ്ങൾ ഇന്നതെയാണ്, അതുകൊണ്ട് അത് പാടില്ല എന്ന് ചിന്തിച്ച് തീരുമാനിക്കാനുള്ള കഴിവുണ്ട്, അതിൽ നിന്ന് അവർ വിട്ടു നിൽക്കും. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇമ്പൾസിവിറ്റിയിൽ അതിൻ്റെ കോൺസിക്വൻസ് ഒരുപക്ഷെ എന്താണെന്ന് ചിന്തിക്കാൻ പോലും അവർ കൂട്ടാക്കാതെ എടുത്ത് ചാടി പ്രവർത്തിക്കുക. അതാണ് ഇമ്പൾസിവിറ്റി. അപ്പം ഈ ഡെഫ് പേഴ്സൺസിൽ ഇമ്പൾസിവിറ്റിക്ക് ഉള്ള ടെൻഡൻസി കൂടുതലാണ്. പിന്നെ ഒന്ന് പെർസെപ്ഷണൽ ഡിസ്റ്റോർഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും അവരുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് എൻവയൺമെൻറ്റിൽ നിന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും തിരിച്ചറിയുന്നതിനുമാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ദാറ്റ് ഈസ് പേഴ്സൺ ഈസ് റിസീവിങ് സ്റ്റിമുലസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ് ആൻഡ് വി ആർ സെൻഡിങ് ഇറ്റ് ടു ദ ബ്രെയിൻ ആൻഡ് ബ്രെയിൻ ഈസ് റിയലൈസിങ് വാട്ട് ഇറ്റ് ഈസ്.
അതാണ് പെർസെപ്ഷൻ. മനസ്സിലായി? അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സെൻസ് ഓർഗൻ പ്രോപ്പർലി വർക്ക് ചെയ്യണം, പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യണം, പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ബ്രെയിനിൽ ഓരോ സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓഡിറ്ററി സെൻറ്റർ, വിഷ്വൽ സെൻറ്റർ, അങ്ങനെ ഓരോ സെൻറ്ററുണ്ട്. ആ സെൻറ്ററും അതായത് ആദ്യമേ ഒരു സ്റ്റിമുലസ് കിട്ടണം, ആ സ്റ്റിമുലസ് ബ്രെയിനിലെത്തണം. അപ്പോൾ അതിന് നെർവസ് സിസ്റ്റം സ്റ്റിമുലസ് കിട്ടണമെങ്കിൽ ആദ്യമേ സെൻസ് ഓർഗൻസ് ശരിക്കും വർക്ക് ചെയ്യണം. അത് കഴിയുമ്പോൾ ഈ സെൻസ് ഓർഗൻസിന് കിട്ടുന്ന സ്റ്റിമുലസിനെ ബ്രെയിനിലേക്ക് അയക്കണമെങ്കിലോ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം ഇതൊക്കെ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാലോ അതിനെ അവിടെ സൂക്ഷിച്ച് വെക്കുക, പിന്നെ ആവശ്യം വരുമ്പോൾ എടുക്കത്തൊക്കെ തന്നെ സൂക്ഷിച്ച് വെക്കുക. ആ ഫംഗ്ഷൻ ചെയ്യുന്നത് അതിൻ്റെ കൺസേൺഡ് സെൻറ്റേഴ്സാണ്. ഇപ്പോൾ ഓഡിറ്ററി സെൻറ്റർ ഉണ്ട്, വിഷ്വൽ സെൻറ്റർ ഉണ്ട്, അങ്ങനെ പല സെൻറ്റേഴ്സും സെൻസ് ഓർഗനുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ട്. അപ്പോൾ ആ സെൻറ്റേഴ്സാണ് ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് അടുക്കി ഒരുക്കി ചിട്ടയിൽ എവിടെയെങ്കിലും ബ്രെയിനിൽ സൂക്ഷിക്കുന്നത്. പിന്നെ ആവശ്യം വരുമ്പോൾ അവിടുന്ന് റീകളക്ട് ചെയ്യാനും ഈ സെൻറ്റേഴ്സും ഹെൽപ്പ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം പെർസെപ്ഷണൽ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഈ പെർസീവ് ചെയ്യാനുള്ള കഴിവ് പ്രോപ്പർലി ആയിരിക്കത്തില്ല. എന്തുകൊണ്ടാണ്? കാരണം അതിനകത്ത് ഒരു സെൻസ് ഓർഗൻ വർക്ക് ചെയ്യാത്തത് കൊണ്ട് പ്രോപ്പർലി സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാനും അതിനെ മേളിലോട്ട് വിട്ടയക്കാനും ഒന്നും കഴിവില്ലാത്തതുകൊണ്ട് ചിലപ്പം ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തലകുത്തനെ ആയിരിക്കും അത് കാണുന്നതെന്ന് നമ്മൾ പറയാറുണ്ട് വിഷ്വൽ പ്രോബ്ലം ഉള്ളവർക്ക്. അതുപോലെ തന്നെ ചില സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡെഫ്നെസ് ഉള്ള കുട്ടികൾക്ക് നോർമലി നിന്ന് കേൾക്കുന്നതിൽ നിന്ന് ഇപ്പോൾ ഒരു കിളിയുടെ ഒച്ച കേൾക്കുന്നതിൽ നിന്ന് പകരം അതിന് വേറെ എന്തെങ്കിലും ആയിട്ടായിരിക്കും അത് തോന്നുന്നത്. നമുക്ക് കിളിയുടെ ഒച്ചയും ഒരു വെഹിക്കിളിൻ്റെ ഒച്ചയൊക്കെ തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണ്? പഴയ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കി അത് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെയും നമ്മൾ അതേ ശബ്ദം തന്നെ കേൾക്കുമ്പോൾ അവിടെ നിന്ന് അത് തട്ടിക്കുടഞ്ഞെടുത്ത് ആ സെൻറ്റർ ഇങ്ങോട്ട് അയക്കുന്നത് നമ്മളിത് പണ്ട് കേട്ടിട്ടുള്ളതാണ്, അങ്ങനെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. മനസ്സിലായി? പക്ഷേ ഈ വ്യക്തികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടെ സെൻസ് ഓർഗൻ കൺസേൺഡ് വിത്ത് ഹിയറിങ് ഈസ് നോട്ട് ഫങ്ഷനിങ് പ്രോപ്പർലി. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പെർസെപ്ഷണൽ ഡിസ്റ്റോർഷൻ ഉണ്ടാകാം. പിന്നെ ഇന്നബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ഡൈനാമിക്സ് ഓഫ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അതായത് ഒരു വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ, സൗഹാർദ്ദപരമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയോ, പലതരം ഉണ്ട് റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഹാപ്പി റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഹേറ്റഡ് റിലേഷൻഷിപ്പ്, ആംഗ്രി അങ്ങനെ പല റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ. അതിന് പല കാരണങ്ങളുമുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് ഈ പറയുന്ന ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പിൻ്റെ ഡൈനാമിക്സ് ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഡൈനാമിക്സ് ഓഫ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അപ്പോൾ അതും ഒരു ഡഫ് കുട്ടിയുടെ ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഇനി അടുത്തത് അവർ എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എയിം ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് എയർലി ഡയഗ്നോസിസ് ആൻഡ് അലിവിയേറ്റ് ട്രോമ. അലിവിയേറ്റ് ട്രോമ എന്ന് പറയുമ്പം കുട്ടിക്കും അമ്മയ്ക്കും വീട്ടിലെ മറ്റുള്ളവർക്കും ഒക്കെ ഒരു കുട്ടി ബധിരനാണെന്ന് അറിയുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള ട്രോമ ഉണ്ടാകും. ആ ട്രോമ അലിവിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ തന്നെ ഈ പറയുന്ന രോഗം അല്ലെങ്കിൽ ഈ പറയുന്ന അപാകത കണ്ടുപിടിച്ച് അറ്റ് ദ ഏർലിയസ്റ്റ് ട്രീറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് കണ്ടുപിടിക്കണം. അല്ല, ഇപ്പോൾ ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ പല മോഡേൺ ടെക്നിക്സുകളും എക്യുപ്മെൻറ്റ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് കുട്ടിക്ക് ഒരു എക്സ്റ്റെൻറ്റ് വരെ കേൾക്കാൻ പറ്റും. അപ്പോൾ അതും തന്നെ ഇപ്പോൾ ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ ഉണ്ടായതാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പം ഇയർ ഡ്രമ്മിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണ്, ഇയർ ഡ്രമ്മിലാണെങ്കിൽ ഹോളോ വല്ലം വീടുകയാണെങ്കിൽ ചിലപ്പം ടിമ്പനോപ്ലാസ്റ്റി ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മളത് ENT ഒക്കെ പഠിക്കുന്ന അതുപോലുള്ള ചിലപ്പോൾ അതിനകത്ത് നമ്മൾ വേറൊരെണ്ണം ഉണ്ടല്ലോ, അതിനകത്ത് കുറേ 3 ബോൺസ് ഉണ്ടെന്നും ആ ബോൺസ് ഇടയ്ക്കെണ്ണം ഡിറ്റാച്ച് ആയി പോകുന്നു, കോക്ലിയ ഉണ്ട്, അങ്ങനെ അനാറ്റമി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിനകത്തുള്ള എന്തെങ്കിലും അനാറ്റമിക്കൽ ഡിഫക്റ്റ് കൊണ്ടാണെങ്കിൽ ചിലതൊക്കെ കറക്റ്റബിൾ ആണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളപ്പം ബധിരരാണെന്ന് മനസ്സിലാകുമ്പം തന്നെ ആദ്യമേ തന്നെ അറ്റ് ദ ഏർലിയസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സീക്ക് ചെയ്യണം. അതിനനുസരിച്ച് എങ്കിൽ മാത്രമേ ഒരു എക്സ്റ്റെൻറ്റ് വരെ കേൾവിശക്തി തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ഫുള്ളി ചിലപ്പോൾ തിരിച്ചു കിട്ടിയെന്നിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ അതുകൊണ്ട് അറ്റ് ദ ഏർലിയസ്റ്റ് കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞാൽ ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റിന് പോവുക എന്നുള്ളതാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ദാറ്റ് ഈസ് ഹൗ ഈവൻ ഡിപ്രഷൻ ഓഫ് ദ ചൈൽഡ് ആസ് വെൽ ആസ് ദ പേരൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. പിന്നെ ട്രെയിനിങ് ഇൻ ഓഡിറ്ററി ആൻഡ് സ്പീച്ച് തെറാപ്പി, അതായത് ഇങ്ങനെയുള്ള വൈകല്യമുള്ളവർക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള സ്പെഷ്യൽ സ്ഥാപനങ്ങളുണ്ട്. സ്പീച്ച് തെറാപ്പി കൊടുക്കുക, അതുപോലെ തന്നെ ഓഡിറ്ററി ട്രെയിനിങ്, പിന്നെ എഡ്യൂക്കേഷൻ ഇൻ സൈൻ ലാംഗ്വേജ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക സ്കൂളുണ്ട്, അവിടെ അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ട്രെയിനിങ് കൊടുക്കാൻ കഴിവുള്ള ഫാക്കൽറ്റിയുള്ള സ്കൂളുകളുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവിടെ കൊണ്ടുവിട്ടിട്ട് അവരെ ആ തരത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക ഇൻ സൈൻ ആൻഡ് ലാംഗ്വേജ് ആൻഡ് ഓൾസോ ഇൻ ദ യൂസ് ഓഫ് ഹിയറിംഗ് എയ്ഡ്.
അപ്പം ഉള്ള ബാക്കി റിമൈനിങ് കേൾവിശക്തി എത്രമാത്രം ഉണ്ടെന്ന് പരിശോധിച്ച് വേണമെങ്കിൽ ഡിഫക്റ്റ് കറക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അത് പറ്റത്തില്ല എങ്കിൽ പിന്നെ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണമെങ്കിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതായത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇൻ സൈൻ ലാംഗ്വേജ് ആൻഡ് ദ യൂസ് ഓഫ് ഹിയറിംഗ് എയ്ഡ്. അങ്ങനെയാണ് മെയിൻലി ഡെഫ് കുട്ടികളെ മാനേജ് ചെയ്യുന്നത്. ഇനിയും അപ്പോൾ ഇത്രയും നമ്മൾ ഇപ്പോൾ എന്താ ഫിസിക്കൽ ഹാൻഡിക്യാപ്പാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് ജനറലി ഞാൻ ഹാൻഡിക്യാപ്പ് പഠിപ്പിച്ചു. അതിനകത്ത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഇന്നത്തെ നമ്മൾ ഫിസിക്കൽ ഹാൻഡിക്യാപ്പിലെ മെയിൻലി ബ്ലൈൻഡ്നെസ്സും ഡെഫ്നെസ്സുമാണ് പഠിച്ചത്. മറ്റേത് ക്രിപ്പിൾഡ് പേഴ്സൺസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ഡിഫക്റ്റ് ഉള്ളവർക്ക് എങ്ങനെയാണ് കെയർ കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള. പോളിയോമൈലൈറ്റിസിനകത്തും റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിലും ഹെഡ് ഇഞ്ചുറി വരുന്ന കുട്ടികൾ എങ്ങനെയാണ്, പാരലൈസ് ആകുന്നവർ എങ്ങനെയാണ്, അതൊക്കെ മറ്റ് സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ പഠിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് സോഷ്യൽ ഹാൻഡിക്യാപ്പാണ്. അല്ല, മെൻ്റൽ ഹാൻഡിക്യാപ്പ് ഉണ്ട്. മെൻ്റൽ ഹാൻഡിക്യാപ്പിനകത്ത് മെയിൻലി മെൻ്റൽ റിട്ടാർഡേഷനും സെറിബ്രൽ പാൾസിയാണ് ഉള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ പോകാം. ഇന്ന് ഞാനിപ്പോൾ സോഷ്യൽ ഹാൻഡിക്യാപ്പാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഹാൻഡിക്യാപ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഫിസിക്കൽ ഹാൻഡിക്യാപ്പ്, മെൻ്റൽ ഹാൻഡിക്യാപ്പ് ആൻഡ് സോഷ്യൽ ഹാൻഡിക്യാപ്പ്. മെൻ്റൽ ഹാൻഡിക്യാപ്പ് ഇപ്പം നമ്മൾ പെൻഡിങ് വെച്ചേക്കുക, അത് ഇന്ന് പഠിപ്പിക്കുന്നില്ല. അത് കുറേ ഏറെ ഉള്ളതുകൊണ്ട് ഇന്ന് പഠിപ്പിച്ചാൽ അത് തീരത്തില്ല. അപ്പം നമ്മൾ ഇപ്പം സോഷ്യൽ ഹാൻഡിക്യാപ്പാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോഷ്യൽ ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് സെൻസ് ഓർഗൻസിനൊന്നും തന്നെ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം തന്നെ ബോഡിക്കും മൈൻഡിനും ഒന്നും പ്രശ്നമില്ല. കണ്ണിന് കാഴ്ചയുണ്ട്, ചെവി കേൾക്കും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവർ ജീവിക്കുന്ന സൊസൈറ്റിയിൽ അവരെ അംഗീകരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതായത് ഫാമിലിയുടെ സ്ട്രക്ചറിനകത്തും, അല്ലെങ്കിൽ അവർക്ക് ലവ് ആൻഡ് അഫെക്ഷൻ കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ നല്ലപോലെ എല്ലാ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് വഴി ഒരുക്കത്തക്ക ചില സിറ്റുവേഷൻസ് ഒന്നും ഇല്ലാത്ത ഹോം എൻവയൺമെൻറ്റിലോ ഫാമിലി എൻവയൺമെൻറ്റിലോ അതായത് അവർ ജീവിക്കാൻ ഉള്ള ഒരു സാഹചര്യം വരുമ്പോഴുണ്ടാകുന്നതാണ് ഈ സോഷ്യൽ ഹാൻഡിക്യാപ്പ്. സോ എൻ്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആർ ദോസ് ഹു ആർ അൺഏബിൾ ടു conform in an acceptable social standards while they may or may not be intellectually normal or physically handicapped. അവർ ഇൻ്റലക്ച്വലി ആൻഡ് ഫിസിക്കലി അവർ നോർമൽ ആയിരിക്കാം, ചിലപ്പോൾ അപാകതകളുള്ളവരും ഉണ്ട്. പക്ഷേ അവരുടെ കാര്യത്തിൽ ഇതൊന്നുമല്ല അവരുടെ പ്രശ്നം. അവരുടെ മെയിൻ പ്രശ്നം അവരുടെ സൊസൈറ്റി, നമ്മുടെ ജീവിക്കുന്ന സൊസൈറ്റിയിലുള്ള ചില സ്റ്റാൻഡേർഡ്, എഴുതപ്പെടാത്ത ചില സ്റ്റാൻഡേർഡുകളൊക്കെ ഒരു സൊസൈറ്റിയിൽ ഒരു ഇൻഡിവിജ്വലിനുണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ളപ്പോൾ ആ സൊസൈറ്റിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തരത്തിലുള്ള ഒരു പരിഗണന ഇവർക്ക് കിട്ടാത്ത പോകുന്ന ചില സന്ദർഭങ്ങളിൽ വളർന്ന കുട്ടികളെയാണ് സോഷ്യലി ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുന്നത്. മനസ്സിലായി? ദേ ആർ നോട്ട് കൺഫേമിങ്, അൺഎബിൾ ടു കൺഫോം ഈസ് CONFORM, കൺഫോം ഇൻ ആൻ അക്സെപ്റ്റബിൾ സോഷ്യൽ സ്റ്റാൻഡേർഡ്. സൊസൈറ്റിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ചില സ്റ്റാൻഡേർഡ് എൻജോയ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഇല്ലാതെ പോവുക. പക്ഷേ അവർ ഫിസിക്കലി മെൻ്റലി ഓക്കെ ആയിരിക്കാൻ ചിലപ്പം ചില വൈകല്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാലും അവരുടെ മെയിൻ പ്രശ്നം അതല്ല, അവരുടെ സോഷ്യൽ ഹാൻഡിക്യാപ്പ് അവർക്ക് പ്രശ്നം. സൊസൈറ്റി അവരെ പരിഗണിക്കുന്നില്ല. സൊസൈറ്റിയുടെ നിശ്ചയിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിനൊത്ത് പോകാൻ അവർക്ക് കഴിവില്ലാത്തൊരവസ്ഥ. അതാണ് സോഷ്യൽ ഹാൻഡിക്യാപ്പ്. ഒന്നുകൂടെ ഞാൻ പറയാം. സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആർ ദോസ് ഹു ആർ അൺഎബിൾ ടു കൺഫേം ഇൻ ആൻ അക്സെപ്റ്റഡ് സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് വൈൽ ദേ മേ ഓർ മേ നോട്ട് ബി ഇൻ്റലക്ച്വലി നോർമൽ ഓർ ഫിസിക്കലി ഹാൻഡിക്യാപ്പ്. ഇൻ്റലക്ച്വലി അവർ നോർമൽ ആകാം, ഫിസിക്കലി അവർ നോർമൽ ആകാം, പക്ഷേ ആകാൻ വയ്യാത്ത കുട്ടികളും ഉണ്ട്. പക്ഷേ എന്നാലും അവരുടെ മെയിൻ പ്രശ്നം ഇതല്ല. ഈ ഫിസിക്കൽ ഹാൻഡിക്യാപ്പോ അല്ലെങ്കിൽ മെൻ്റൽ ഹാൻഡിക്യാപ്പോ ഉണ്ടെങ്കിൽ പോലും അതല്ല അവരുടെ പ്രശ്നം. അതിന് പകരം അവർക്ക് സോഷ്യലി അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് വരുന്ന കുട്ടികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ടൈപ്സ് ഓഫ് സോഷ്യൽ ഓർഫൺസ്. ഓർഫൺസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഓർഫൺസ്, അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തവർ. ഓക്കെ, പിന്നെ നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ എന്ന് വെച്ചാൽ അവർക്ക് പേരൻസൊക്കെ ഉണ്ടാകും, പക്ഷേ പേരൻസിൽ നിന്നും പ്രോപ്പർ കെയർ അവർക്ക് കിട്ടുന്നില്ല. അവരെയാണ് നമ്മൾ നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് സെക്കൻഡ് കാറ്റഗറി. ദെൻ തേർഡ് കാറ്റഗറി ഈസ് ചിൽഡ്രൻ ഓഫ് ഡൈവേഴ്സ്ഡ് പേരൻസ് ഓർ സ്റ്റെപ്പ് പേരൻസ്. അതായത് അതായത് അച്ഛനും അമ്മയും ബന്ധം വേർപെടുത്തിയിട്ട് കുട്ടികളുടെ കൂടെ അല്ല അവർ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരാരും കുട്ടികളെ കൊണ്ടുപോകുന്നില്ല, അവരുടെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. മനസ്സിലാവും? അല്ലെങ്കിൽ
അവർ ഒരു പേരൻ്റ് ഡൈവേഴ്സ്ഡായി അവർ മാറി താമസിക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ അമ്മ അങ്ങ് ഡൈവേഴ്സായിട്ട് വേറെ ഒരു കല്യാണം കഴിക്കുന്നു, വേറൊരു അമ്മ വരുന്നു, അപ്പോൾ അത് സ്റ്റെപ്പ് മദറാണ്. അപ്പം അവരുടെ കൂടെ ജീവിക്കുന്ന കുട്ടികൾ, അതും ഒരു സോഷ്യൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഓർഫൺസ്, നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ, ചിൽഡ്രൻ ഓഫ് ഡൈവേഴ്സ്ഡ് ഓർ സ്റ്റെപ്പ് പേരൻസ്, ദെൻ ഡെലിക്വൻ്റ് ചിൽഡ്രൻ. അതായത് അവരുടെ ചൈൽഡ്ഹുഡ് സമയത്ത് തന്നെ അവർ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാഹചര്യം ഉണ്ടാകുക, എന്നിട്ട് അങ്ങനെയുള്ളൊരു കാറ്റഗറി ഉണ്ട്, അവരെ ഡെലിക്വൻ്റ് ചിൽഡ്രൻ എന്നും പറയും. അപ്പോൾ ഈ 4 കാറ്റഗറിയാണ് സോഷ്യൽ ഹാൻഡിക്യാപ്പിൽ പെടുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കണം, അവർക്ക് അംഗവൈകല്യമല്ല, മനസ്സിൻ്റെ വൈകല്യമല്ല, ശാരീരിക വൈകല്യമല്ല, പകരം അവർക്ക് സോഷ്യലായിട്ടുള്ള ഒരു സാധാരണ വ്യക്തിയെ പോലെ സൊസൈറ്റിയിൽ ജീവിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. മനസ്സിലായോ? അപ്പോൾ സൊസൈറ്റി അവരെ സോഷ്യൽ ഹാൻഡിക്യാപ്സ് ആയിട്ടാണ് മുദ്ര കുത്തിയേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യം ഓർഫണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഈ ഓർഫൺസ് എന്ന് പറയുന്നത് ആരാണ്? An orphan is a child permanently bereaved or abandoned by the parents. കുട്ടികളെ അവർ മക്കളാണെന്ന് കൺസിഡർ ചെയ്യാതെ തന്നെ അച്ഛനും അമ്മയും അവരെ ഉപേക്ഷിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവരെ ഉപേക്ഷിക്കപ്പെടുന്നു. അവരെയാണ് നമ്മൾ ഓർഫൺസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ എ ചൈൽഡ് ഹൂ ഹാസ് ലോസ്റ്റ് ബോത്ത് പേരൻസ്, 2 പേരൻസിനെ നഷ്ടപ്പെട്ടു പോയി. അത് ഒരുപക്ഷെ ഇൻറ്റൻഷനലായിട്ട് പേരൻസ് ഈ കുട്ടികളെ പരിത്യജിച്ചതല്ല, പകരം ആക്സിഡൻറ്റ് കൊണ്ടോ വല്ലതും സംഭവിച്ചു പോയതായിരിക്കാം 2 പേരൻസ് നഷ്ടപ്പെട്ടു പോവുക. അത് ഇൻറ്റൻഷനലോ അൺഇൻറ്റൻഷനലോ ആകാം. ബൈ ആക്സിഡൻ്റ് ഒക്കെ ആകുമ്പോൾ അൺഇൻറ്റൻഷനലല്ലേ. ഇൻറ്റൻഷനൽ എന്ന് പറയുമ്പോൾ അവർ അച്ഛനും അമ്മയും ആരെങ്കിലും വേണ്ടാന്ന് വെക്കുന്ന ഒരു കാര്യമാണ് ഇൻറ്റൻഷനൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ എന്തായാലും ഇൻറ്റൻഷനലായാലും നോൺ ഇൻറ്റൻഷനലായാലും കുട്ടികൾക്ക് പേരൻസിൻ്റെ 2 പേരുടെയും, അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ മദറിനോ ഫാദറിനോ ഉള്ള ആ ഒരു ഇഫക്റ്റ്, അല്ലെങ്കിൽ ലവ് ആൻഡ് അഫെക്ഷന്, കെയർ, കൺസിഡറേഷൻ, ഇതൊന്നും കിട്ടാത്ത ഒരവസ്ഥ. അപ്പോൾ അത് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ നന്നായിട്ട് നമ്മൾ ബാധിക്കും. നമ്മളിപ്പോൾ പീഡിയാട്രിക്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പഠിക്കുമ്പം അമ്മയുടെ അച്ഛൻ്റെ റോള് ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അവരില്ലാത്തൊരവസ്ഥയിലാണെങ്കിലോ ആ കുട്ടികൾ പിന്നെ എവിടെ വെച്ചാണ് അവർക്ക് ഇത് സംഭവിച്ചതെന്നുള്ളത്. ഇപ്പോൾ ഒരു ഇൻറ്റൻഷനലായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ 10 വയസ്സ് വെച്ച് ഒരു കുട്ടിക്ക് 10 വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, അമ്മയും അച്ഛനും മരിച്ചു പോകുന്നു. അപ്പോൾ 10 വയസ്സ് വരെ അവരെ കുട്ടിയെ വളർത്തി, അച്ഛനും അമ്മയും നന്നായിട്ട് വളർത്തി എന്നുള്ള ഒരു പ്ലസ് പോയിൻ്റ് ആ കുട്ടിക്കുണ്ട്. ചില കുട്ടികളുണ്ട് 1 വയസ്സായിരിക്കുമ്പോഴായിരിക്കും ഇത് സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങോട്ടുള്ള ലൈഫിലൊന്നും തന്നെ അവർക്ക് ആ കുട്ടിക്ക് പേരൻസ് ഇല്ല. അപ്പം ഇത് ഏത് ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മനസ്സിലായോ? അപ്പം അടുത്തത് ഓർഫൺസ് ഡസ് നോട്ട് ഹാവ് എ സർവൈവിങ് പേരൻസ് ടു ലുക്ക് ആഫ്റ്റർ ദം. അതായത് കുട്ടികൾക്ക് ജീവനോടുള്ള അച്ഛനോ അമ്മയോ ജീവിച്ചിരിപ്പില്ല, അവർക്ക് കെയർ ആൻഡ് കൺസിഡറേഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കാൻ. അപ്പോൾ ഇത്രയും കാറ്റഗറിയാണ് നമ്മൾ ഓർഫൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓർഫൺ ഈസ് എ ചൈൽഡ് പെർമനൻ്റ്ലി ബെറീവ്ഡ് ഓർ അബാൻഡൻഡ് ബൈ ദ പേരൻസ്. ഇറ്റ് ക്യാൻ ബി ഇൻ മെനി വേയ്സ്. എ ചൈൽഡ് ഹൂ ഹാസ് ലോസ്റ്റ് ബോത്ത് പേരൻസ്, അല്ലെങ്കിൽ ഓർഫൺ ഡസ് നോട്ട് ഹാവ് എ സർവൈവിങ് പേരൻസ് ടു ലുക്ക് ആഫ്റ്റർ ദം. അപ്പോൾ അത്രയാണ് ഓർഫണിൻ്റെ കാര്യം. പിന്നെ നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കാറ്റഗറിയാണ് നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ. നമ്മൾ ഒത്തിരി കാറ്റഗറി നമ്മൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഓർഫണ്, നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ, പിന്നെ ചിൽഡ്രൻ ഓഫ് ഡൈവോഴ്സ്ഡ് ഓഫ് സ്റ്റെപ്പ് പേരൻസ് നമ്മൾ പറഞ്ഞത്. അതിനകത്തിപ്പം ഇനി നമ്മൾ പറയുന്നത് നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ വെച്ചാൽ, ചൈൽഡ് നെഗ്ലക്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അഡ്വേഴ്സ് കോൺസിക്വൻസ് ഓഫ് ഇന്നാഡിക്വേറ്റ് ഓർ നെഗ്ലക്റ്റിംഗ് പേരൻസ്. അതായത് കുട്ടികളെ അമ്മയോ അച്ഛനോ പ്രോപ്പർ കെയർ കൊടുക്കാതെ ഉപേക്ഷിക്കുന്ന, പ്രോപ്പർ അച്ഛൻ അമ്മയെന്നുള്ള റോള് പെർഫോം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട വിധത്തിലുള്ള പരിഗണനയും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഏറ്റെടുത്ത് കുട്ടികളെ കെയർ ചെയ്യാത്തൊരവസ്ഥയ്ക്കാണ് നമ്മൾ ചൈൽഡ് നെഗ്ലക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചൈൽഡ് നെഗ്ലക്റ്റ് അനുഭവിക്കുന്ന കുട്ടികളെയാണ് നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അതായത് അച്ഛനും അമ്മയും അവരുടെ അച്ഛൻ അമ്മ എന്നുള്ള റോള് നല്ലപോലെ പെർഫോം ചെയ്യാതെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ കുട്ടികൾക്ക് വേണ്ട കെയറും ലവ് ആൻഡ് അഫെക്ഷൻ, കെയർ, പരിഗണന ഇതൊന്നും കൊടുക്കാത്ത അവസ്ഥയ്ക്കാണ് ചൈൽഡ് നെഗ്ലക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചിൽഡ്രൻ നെഗ്ലക്റ്റഡ് ചിൽഡ്രനായിട്ട് മാറുന്നു. ഓക്കെ, പിന്നെ ഇറ്റ് ക്യാൻ ബി ഡെലിബറേറ്റ് ആൻഡ് സിവിയർ നെഗ്ലക്റ്റ് ഈസ് ടേംഡ് ആസ് ഡിപ്രൈവേഷൻ. അപ്പം നെഗ്ലക്റ്റ് വളരെ ഇൻറ്റൻസ് ഫോമിലാണെങ്കിൽ അതിന് ചൈൽഡ് ഡിപ്രൈവേഷൻ എന്നും പറയും. സോ ഡെലിബറേറ്റ് ആൻഡ് സിവിയർ നെഗ്ലക്റ്റ് ഈസ് ടേംഡ് ആസ് ഡിപ്രൈവേഷൻ. മനസ്സിലായല്ലോ? ഇത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, മനസ്സിലാകണം. ഓക്കെ, അപ്പം അതാണ് ഡിപ്രൈവേഷൻ. ഇനിയും
നമുക്ക് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് നെഗ്ലക്റ്റ് എന്ന് നോക്കാം. അതായത് ഈ നെഗ്ലക്റ്റ് പലതരത്തിലായിരിക്കാം പേരൻസ് കുട്ടികളോട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതൊന്ന് ഫിസിക്കൽ നെഗ്ലക്റ്റ്, ശാരീരികമായിട്ടുള്ള നെഗ്ലക്റ്റ്. പിന്നെ ന്യൂട്രീഷണൽ നെഗ്ലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ നെഗ്ലക്റ്റിനകത്ത് മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ നെഗ്ലക്റ്റ് ഇൻക്ലൂഡ്സ് ചിൽഡ്രൻ ഡിപ്രൈവ്ഡ് ഓഫ് ഫുഡ് ആൻഡ് ഷെൽട്ടർ. അവർക്ക് കയറി കിടക്കാൻ സ്ഥലമില്ല, ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ആൻഡ് ദ ചിൽഡ്രൻ കമ്മിങ് ടു സ്കൂൾ hungry and there is no provision of lunch for the child. അതായത് ഒരുപക്ഷെ സ്കൂളിൽ വന്നാൽ പോലും അവർ രാവിലെ ഒന്നും കഴിക്കാതെ വിശന്നായിരിക്കും വരുന്നത്, അല്ലെ എംപ്റ്റി സ്റ്റൊമക്കിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും ഭക്ഷണ പൊതിയൊന്നും കൊണ്ടായിരിക്കില്ല അവർ വരുന്നത്. അപ്പോൾ അത് കൊടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം പേരൻസ് കാണിക്കുന്നില്ല. പിന്നെ നല്ല ഡ്രസ്സ് കൊടുക്കുന്നില്ല. അവർ മറ്റുള്ള കുട്ടികളെ പോലെ വെൽ ഡ്രസ്ഡ് ആയിട്ടോ വേണ്ട രീതിയിലുള്ള ഡെയിലി ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് വൃത്തിയായിട്ട് നല്ല വസ്ത്രങ്ങളൊന്നും ധരിച്ചായിരിക്കത്തില്ല സ്കൂളിൽ വരുന്നതുമൊക്കെ. അതാണ് ഫിസിക്കൽ നെഗ്ലക്റ്റിൻ്റെ പ്രത്യേകത. അതാണ്. ഓക്കെ, അവർക്ക് നല്ല വസ്ത്രങ്ങളില്ല, ഭക്ഷണമില്ല, കിടക്കാൻ വീടില്ല, കട്ടിലില്ല, ഒന്നുമില്ല. അതാണ് ഫിസിക്കൽ നെഗ്ലക്റ്റിനകത്ത് ഇമ്പോർട്ടൻ്റ്. പിന്നെ ന്യൂട്രീഷൻ നെഗ്ലക്റ്റിനകത്ത് അതിനകത്ത് പറഞ്ഞല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് ഫെയിലിയർ ടു ഹാവ് പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ന്യൂട്രീഷൻ നെഗ്ലക്റ്റ്, അതായത് നമുക്കറിയാം കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ അവർക്ക് പ്രോട്ടീൻ ഫുഡ് വേണം, കാർബോഹൈഡ്രേറ്റ് ഫുഡ് അടിക്കൽ വേണം, വൈറ്റമിൻ ഫുഡ് വേണം, അല്ലെങ്കിൽ പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഉണ്ടാകാം. അവർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജാണ്. അവരുടെ വെയിറ്റ് ഇത്ര കണക്കുകൾ വെച്ച് കൂടണം എന്നുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. ഇതൊന്നും തന്നെ മീറ്റ് ചെയ്യത്തക്കവണ്ണമുള്ള ഫുഡ് അവർക്ക് കിട്ടാതെ പോവുക. അതാണ് ന്യൂട്രീഷണൽ നെഗ്ലക്റ്റ്. The parents are not considering to properly feed the children or find means to feed the children. That is what is known as nutritional neglect. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷന് അല്ലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി, അങ്ങനെ ഓരോരോ രോഗങ്ങൾക്ക് അടിമയായി പോകാം. അത് ന്യൂട്രീഷണൽ നെഗ്ലക്റ്റ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇമോഷണൽ ഡിപ്രൈവേഷനാണ്. ഈ ഇമോഷണൽ ഡിപ്രൈവേഷൻ എന്ന് പറഞ്ഞാൽ that is the effect of emotional deprivation depends upon the age of the child. അതായത് usually the young children who are motherless are emotionally deprived and appear to be withdrawn, then immobile and unhappy. അതായത് കുട്ടികളുടെ ഏജിനനുസരിച്ച് എവിടെ വെച്ചാണോ അവർക്ക് അവരുടെ ഇമോഷണൽ അല്ലെങ്കിൽ ലവ് ആൻഡ് അഫെക്ഷൻ കിട്ടാതെ പോയത് അന്നേരം തൊട്ട് അത് ആ കുട്ടിയെ മാനസികമായിട്ട് ബാധിക്കും, അല്ലേ? വളരെ ചെറുപ്പത്തിലെ തന്നെ ചിലപ്പോൾ അമ്മയോ അച്ഛനോ നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ അവർക്ക് ലവ് ആൻഡ് അഫെക്ഷൻ, പ്രോപ്പർ കെയർ അങ്ങനെയൊന്നും തന്നെ കിട്ടുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ വളരെ ചെറുപ്പത്തിലെ തന്നെ ആ തരത്തിലുള്ള ബിഹേവിയർ അവർ ഡെവലപ്പ് ചെയ്തിരിക്കാം. അതായത് ദേ വിൽ ബി സംടൈംസ് വിഡ്രോൺ, ഡിപ്രസ്ഡ് ആൻഡ് ഓൾസോ ദേ ആർ അൺഹാപ്പി. പക്ഷേ ഇച്ചിരി കൂടെ ഓൾഡർ ചിൽഡ്രനാണ് ദേ മേ ബി അഗ്രസീവ്, അൺഡ്യൂലി ഫിയർഫുൾ, വിഡ്രോൺ ഓർ ഡിപ്രസ്ഡ്. അപ്പോൾ കുട്ടിയുടെ ഏത് ഏജിൽ വെച്ചാണോ ഈ സംഭവം, അതായത് ഇമോഷണൽ ഡിപ്രൈവേഷൻ ഉണ്ടാകുന്നത്, അതിനൊരു കാരണം കാണുമല്ലോ. ഒന്നുകിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയതാകാം, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും മാൽ ട്രീറ്റഡ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കലാമിറ്റീസിനോ അല്ലെങ്കിൽ ഡിസാസ്റ്ററിനോ ഒക്കെ എക്സ്പോസ്ഡ് ആയതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വയലൻസിന് വിറ്റ്നസ് ആയിട്ടുള്ളതാകാം, അല്ലേ? ചില ക്രൂരപ്രവൃത്തികളൊക്കെ കാണാനുള്ള അവസ്ഥ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആകാം. അങ്ങനെയുള്ള പല പല കാരണങ്ങളുണ്ടാകാം. അപ്പോൾ ഈ കാരണങ്ങളുടെ ബേസിസിലും കുട്ടിയുടെ ഏജിൻ്റെ അടിസ്ഥാനത്തിലും കുട്ടിയുടെ ബിഹേവിയർ അബ്നോർമാലിറ്റി ഉണ്ടാകാം. മനസ്സിലായോ? ഓൾഡർ ചിൽഡ്രനും വെരി യങ് ചിൽഡ്രനും ഒരുപോലെ അല്ല ഈ പറയുന്ന ഡിപ്രൈവേഷനോട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇമോഷണൽ ഡിപ്രൈവേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവർക്ക് കിട്ടാനുള്ള ലവ് ആൻഡ് അഫെക്ഷൻ പ്രോപ്പർലി പേരൻസിൽ നിന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ സാധാരണ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അണ്ടർഗോ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു മാനസികമായിട്ട് പല പല വൈകല്യങ്ങളിലേക്കൊക്കെ പോകുന്നു. അങ്ങനെയുള്ളപ്പം ചിലപ്പോൾ ഒരു ഡിപ്രസ്ഡ് പേഴ്സൺ ആകാം, ചിലപ്പം വിഡ്രോൺ പേഴ്സൺ ആകാം, ചിലപ്പോൾ അഗ്രസീവ് ടൈപ്പ് ആകാം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പല പല കുറ്റവാളികളും ഒക്കെ തന്നെ അവരുടെ ആ വളർന്നു വരുന്ന അന്തരീക്ഷമായിരിക്കും അവരെ അങ്ങനെ ആക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തിയും കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല.
അവർ ഏത് അവസ്ഥയിൽ കൂടെ അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പീരീഡിൽ അണ്ടർഗോ ചെയ്യുന്നു, ഏത് അവസ്ഥയിൽ കൂടെ അവർ കടന്നു പോകുന്നു, അവരുടെ ആ ഒരു അനുഭവങ്ങളായിരിക്കാം ഒരുപക്ഷെ അവരെ അങ്ങനെ കുറ്റവാളികളാക്കുന്നത്. ഒരുപക്ഷെ ഒരു കുട്ടിക്ക് തോന്നാം മറ്റുള്ള എൻ്റെ ക്ലാസ്സിലുള്ളവരും എൻ്റെ കൂടെ പഠിക്കുന്നവരും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഇതൊന്നും കിട്ടുന്നില്ല, ഞാനാണോ ഇതിന് ഉത്തരവാദി? അങ്ങനെ ചോദിക്കുന്ന കുട്ടികൾക്ക് സമൂഹത്തോട് തന്നെ ദേഷ്യം തോന്നാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യം തോന്നാം. അപ്പോൾ അതൊരു റിവെഞ്ച് മെൻറ്റാലിറ്റി ആ കുട്ടിയിലുണ്ടാകാം. അങ്ങനെയൊക്കെ ആയിരിക്കാം അവർ കുറ്റവാളികളായിത്തീരുന്നത്. മനസ്സിലായോ? ജന്മന ആകണമെന്ന് നിർബന്ധമില്ല. പിന്നെ പേഴ്സണാലിറ്റി ഡിഫറൻസ് ഒക്കെ കൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. എന്നാലും മെയിൻലി കുറ്റവാളികളാകുന്നതൊക്കെ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ല ഒരു കാരണമാണ് ഈ പറയുന്ന ഇമോഷണൽ ഡിപ്രൈവേഷൻ എന്നുള്ളത് ഒരു കുട്ടിയെ ഒരു കുറ്റവാളിയാക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? പിന്നെ താൻ ആ കുട്ടിയുടെ തെറ്റുകൊണ്ടല്ലല്ലോ ആ കുട്ടി അങ്ങനെയൊന്നും ആയിപ്പോയത്. അച്ഛനും അമ്മയും കൺസിഡർ ചെയ്യുന്നില്ല, ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ഒരു കാര്യങ്ങളും ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നില്ല, എലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അതിന് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാച്ചുറലി അതിന് റിവെഞ്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നെഗറ്റീവായിട്ട് പ്രതികരിക്കാനോ ഉള്ള മെൻറ്റാലിറ്റിയൊക്കെ ഉണ്ടാവാം. മനസ്സിലായോ? പിന്നെ മെഡിക്കൽ കെയർ നെഗ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുട്ടിക്ക് രോഗമുണ്ടാകുമെങ്കിൽ അതിന് പ്രോപ്പർ മെഡിക്കൽ കെയർ കൊടുക്കാതിരിക്കുക. ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ്സ് നെഗ്ലക്റ്റ് in acute illness, chronic life-threatening disease and neglect in case of well child. Example, neglect in immunization, proper and breastfeeding, weaning, etc. അതായത് കുട്ടികൾക്ക് വേണ്ട സമയത്ത് വേണ്ട വിധ ഫുഡ് കൊടുക്കാതിരിക്കുക, മുലപ്പാൽ കൊടുക്കാതിരിക്കുക, പ്രോപ്പർലി വീൻ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ക്രോണിക് ഇൽനെസ് ആയാലും അക്യൂട്ട് ഇൽനെസ് ആയാലും വരുമ്പോൾ വേണ്ട രീതിയിലുള്ള മെഡിക്കൽ ബെനിഫിറ്റ് അവൈലബിൾ ആക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ളതിനാണ് നമ്മൾ മെഡിക്കൽ കെയർ നെഗ്ലക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതും അതിന് ഉത്തരവാദിത്വം എടുക്കേണ്ട ആൾക്കാർ എപ്പോഴും അച്ഛനും അമ്മയാണല്ലോ. കുട്ടി പ്രായപൂർത്തിയാകുന്നിടം വരെ അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിൾ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പേരൻസാണ്. അവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, അസുഖം വന്നാൽ പോലും പരിഗണിക്കുന്നില്ല. പിന്നെ അടുത്തത് എഡ്യൂക്കേഷണൽ നെഗ്ലക്റ്റ്. ഈ എഡ്യൂക്കേഷൻ നെഗ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഈസ് ദ റൈറ്റ് ഓഫ് ദി എവരി ചൈൽഡ്. നമ്മൾ ചിൽഡ്രൻസ് റൈറ്റ് പഠിച്ചതാണ് അല്ലേ? അതിനകത്ത് പറയുന്നുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടണമെന്ന്. പക്ഷേ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാത്ത പേരൻസ്. അതാണ് ഗെറ്റിംഗ് free and compulsory education is the right of every child, but some children are not sent to school because of financial constraints to the care of young siblings. അതായത് ഒരുപക്ഷെ ഒത്തിരി കുട്ടികളുള്ളൊരു വീട്ടിലാണ്, അമ്മയും അച്ഛനെയും ജോലിക്ക് പോവാണ്, ചെറിയ കുട്ടികളെ നോക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂത്ത കൊച്ചിനെ സ്കൂളിൽ വിടാതിരിക്കുക മറ്റുള്ള കുട്ടികളെ നോക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അവരെ പുസ്തകങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ ഇല്ല, അങ്ങനെയുള്ള അവരെ സ്കൂളിൽ വിടാനുള്ള മിനിമം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എക്കണോമിക് റിസോഴ്സ് ഇല്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുക. അതാണ് ഈവൻ ദോ എഡ്യൂക്കേഷൻ ഫ്രീ ആണെങ്കിൽ പോലും. അതാണ് എഡ്യൂക്കേഷൻ നെഗ്ലക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഈ പേരൻസിനൊന്നും ഇതിൻ്റെ അവൻ പഠിക്കേണ്ട, അവൻ മറ്റുള്ള പിള്ളേരെ നോക്കി ഇവിടെ ഇരിക്കട്ടെ, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും പേരൻസിന്. അല്ലാതെ പഠിപ്പിൻ്റെ ആവശ്യകതയോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, കുട്ടിയെ പഠിപ്പിക്കണം, ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഒന്നും പേരൻസിന് ഇല്ലായിരിക്കും. അതാണ് വേറൊരു നെഗ്ലക്റ്റ്. അപ്പോൾ ടൈപ്സ് ഓഫ് നെഗ്ലക്റ്റ് നമ്മൾ ഫിസിക്കൽ നെഗ്ലക്റ്റ്, ന്യൂട്രീഷൻ നെഗ്ലക്റ്റ്, ഇമോഷണൽ ഡിപ്രൈവേഷൻ, മെഡിക്കൽ കെയർ നെഗ്ലക്റ്റ്, എഡ്യൂക്കേഷൻ നെഗ്ലക്റ്റ്, ഇത്രയും നമ്മൾ പഠിച്ചു. ഇനിയും എൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോസ് ഓഫ് നെഗ്ലക്റ്റ് ആൻഡ് ഇറ്റ്. അതായത് എന്താണ് ഈ പറയുന്ന നെഗ്ലക്റ്റിൻ്റെ കോസ് എന്ന് കണ്ടുപിടിച്ച് വേണം അതിനെ മാനേജ് ചെയ്യാൻ. മനസ്സിലായോ? പലതിനും പല കോസാണ് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ എഡ്യൂക്കേറ്റിംഗ് ദ പേരൻസ് ടു കറക്റ്റ് ദെയർ ഡിഫക്റ്റീവ് തിങ്കിങ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. അതായത് ഒന്നാമതേ അവരുടെ മനോഭാവം മാറ്റിയെടുക്കണം, അവരുടെ തോട്ടിനെ മാറ്റിയെടുത്തിട്ട് കുട്ടികളെ നോക്കുന്നതിൻ്റെ പരിരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അവെയറാക്കണം. എന്നിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്നാലേ മാറത്തുള്ളൂ. പിന്നെ സെക്കൻഡ് വൺ, പ്രൊവൈഡിങ് സ്റ്റിമുലേഷൻ പ്രോഗ്രാം. അതായത് കുട്ടികൾക്ക് തന്നെ പഠിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പേരൻസിനെയും എപ്പോഴും ആരെങ്കിലും നിന്ന് കുട്ടികളെ സ്കൂളിൽ വിടെന്ന് പറഞ്ഞ് അവരെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളെയും പേരൻസിനെയും ഒരുപോലെ സ്റ്റിമുലേറ്റ് ചെയ്യുക ടു ഗെറ്റ് ദ എഡ്യൂക്കേഷൻ ഓർ ടു ഗിവ് ദം ഓർ കൺസിഡർ ദം. നല്ല നല്ല എക്സാമ്പിളൊക്കെ കാണിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്യുക. പല നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എബ്രഹാം ലിങ്കനെ പറ്റിയും വലിയ വേൾഡിലെ ഫേമസ് ആയ ആൾക്കാരൊക്കെ തന്നെ ചെറുപ്പത്തിൽ നെഗ്ലക്റ്റഡ് ചിൽഡ്രനായിട്ട് ചിലപ്പോൾ വളർന്നവരാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെ വരുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റിമുലേഷൻ കൊണ്ട് അവർക്ക് അവരുടെ ജീവിതം തന്നെ ഒരുപക്ഷെ മാറിപ്പോയ കേസുകൾ ലോകത്തിൽ ഒത്തിരിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് അപ്പോൾ ഒരുപക്ഷെ സ്റ്റിമുലേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് കുറച്ച് എക്സ്റ്റെൻറ്റ് ഒരു നല്ലൊരു എക്സ്റ്റെൻറ്റ് വരെ നെഗ്ലക്റ്റഡ് ചിൽഡ്രനെ മാറ്റിയെടുക്കാം. ഓക്കെ, പിന്നെ എഡ്യൂക്കേറ്റിംഗ് പേരൻസ് അബൌട്ട് ദെയർ റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ്
ദർ ചിൽഡ്രൻ. അതായത് അച്ഛനമ്മമാർ കുട്ടികളെ നോക്കി വളർത്തുന്നതിൻ്റെ, അവരെ പരിപാലിക്കുന്നതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്, ഉത്തരവാദിത്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നൊന്ന് പ്ലേസിങ് ഇൻ ഫോസ്റ്റർ ഹോംസ്. അല്ല, ചില സാഹചര്യങ്ങളിൽ പേരൻസ് ഇല്ലായിരിക്കാം, ഉണ്ടെങ്കിൽ നെഗ്ലക്റ്റ് കാണിക്കുന്ന പോലെ അല്ല, അവർക്കില്ല, അവരെ ടേക്ക് കെയർ ചെയ്യാൻ ആരും തന്നെ ഇല്ല എങ്കിൽ അവരെ അതിനനുസരിച്ചുള്ള പ്രത്യേക അഗതി മന്ദിരങ്ങൾ, അങ്ങനെ ഒരുപാട് ഫോസ്റ്റർ ഹോംസ് അവൈലബിൾ ആണ്. അവിടെ എവിടെയെങ്കിലും വിട്ട് അവരുടെ മിനിമം ജീവിത സാഹചര്യങ്ങളെല്ലാം പൊരുത്തപ്പെടുത്തി കൊടുക്കുക. അതാണ് ഫോസ്റ്റർ ഹോംസ് എന്ന് പറഞ്ഞാൽ. അത് വേറെ ഒരു ലൈൻ ഓഫ് മാനേജ്മെൻ്റ് ആണ്. പിന്നെ ഇനി അടുത്ത് നമ്മൾ ചിൽഡ്രൻ ഡൈവേഴ്സ്ഡ് ഓഫ് സ്റ്റെപ്പ് പേരൻസ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഒന്നുകിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ഡൈവേഴ്സ്ഡ് ആയി പോവുക. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ, അപ്പം കൺഫ്യൂഷനാണ്, ആരുടെ കൂടെ നിൽക്കണം, അച്ഛൻ്റെ കൂടെയാണോ അമ്മയുടെ കൂടെയാണോ, ആരുടെ കൂടെ നിൽക്കണം. അതല്ലെങ്കിൽ ഡൈവേഴ്സ്ഡ് പേരൻ്റ് ആരായാലും, അമ്മയായാലും അച്ഛനായാലും, വേറൊരാളെ ലൈഫ് പാർട്ട്ണറായിട്ട് സ്വീകരിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് അവർ സ്റ്റെപ്പ് മദറോ സ്റ്റെപ്പ് പേരൻ്റ് ഫാദറോ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് ഒരുപക്ഷെ വ്യത്യാസം വരാം. എന്നും പറഞ്ഞ് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. പഴയ റിലേഷൻഷിപ്പിലെ കുട്ടികൾക്ക് വേണ്ടത്ര പരിഗണനയൊന്നും കൊടുക്കാതിരിക്കാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോഴേ അവർക്ക് പ്രശ്നം ഉണ്ടാകും. അതായത് സോ ഡൈവേഴ്സ് ബിറ്റ്വീൻ ദ പേരൻസ് ഇൻ എ മാറ്റർ ഓഫ് ഡീപ്പ് കൺസേൺ ഫോർ ദ ചിൽഡ്രൻ. അവിടെയും നമ്മൾ ഓർക്കണം, കുട്ടികൾ നിരപരാധികളാണ്, അല്ലേ? അച്ഛനും അമ്മയും വഴക്കിട്ട് പിരിഞ്ഞാൽ അവർ കുട്ടികൾ അതിനെന്ത് പഴിച്ചു? പക്ഷേ കുട്ടികളുടെ ലൈഫിനെയാണ് ഒത്തിരി അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഡൈവേഴ്സിന് തുനിയാതിരിക്കാൻ ശ്രമിക്കണം. മനസ്സിലായോ? സോ റിയാക്ഷൻ ഓഫ് ചിൽഡ്രൻ ടു ദിസ് കണ്ടീഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഏജ്. അത് കുട്ടികളുടെ വയസ്സിനെ ആസ്പദമാക്കി കുട്ടിയുടെ റിയാക്ഷൻ, ഈ ഒരു കാര്യത്തോടുള്ള കുട്ടികളുടെ റിയാക്ഷൻ അങ്ങനെ അവരുടെ പ്രായത്തെ അനുസരിച്ചിരിക്കും. പിന്നെ ദ മെയിൻ റിയാക്ഷൻസ് ആർ ഫീഡിങ് ആൻഡ് ലേണിംഗ് പ്രോബ്ലംസ് കുട്ടികൾക്കുണ്ടാകാം, ചെറിയ കുട്ടികളാണെങ്കിൽ. പിന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആൻഡ് ടെമ്പർ ടാൻട്രംസ്. അതായത് കുട്ടികളെപ്പോഴും ഓരോ എന്താണ് പറയുന്നത് നമ്മൾ, ടെമ്പർ ടാൻട്രംസ് എന്ന് പറഞ്ഞാൽ ദുശീലമല്ല, അവർ എപ്പോഴും ദുശാഠ്യം പിടിക്കുക പല കാര്യങ്ങൾക്കും. ഓക്കെ. പിന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകാം. പിന്നെ അവർക്ക് അവർ സ്ലീപ്പിൽ പ്രോപ്പർലി ഉറങ്ങാതിരിക്കുക, നൈറ്റ് മെയർസ് ഉണ്ടാകുക, ഹൊറർ കാണുക, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പിന്നെ റെസ്ട്രെയിൻഡ് ടോയ്ലറ്റ് ട്രെയിനിങ്. അതായത് അവർക്ക് ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകാം, അല്ലേ? അതൊക്കെ മറ്റുള്ളവരുടെ സൂപ്പർവിഷനോട് അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് ടോയ്ലറ്റ് ട്രെയിൻ ചെയ്ത് കൊണ്ടിരുന്ന കുട്ടികളെ. പക്ഷേ അതിന് വേണ്ടിയുള്ള ആൾക്കാരില്ലാതെ വരുമ്പോൾ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പം ചിൽഡ്രൻ ഓഫ് ഡൈവേഴ്സ്ഡ് പേരൻസിൻ്റെ അല്ലെങ്കിൽ സ്റ്റെപ്പ് പേരൻസിൻ്റെ കുട്ടികളുടെ റിയാക്ഷൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ. പിന്നെ അവരെ ഇനി എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നോട്ട് ടു എക്സ്പോസ് ദ ചൈൽഡ് ടു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ പേരൻറ്റ്. അച്ഛനും അമ്മയും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തോട് കുട്ടികളെ ഒരിക്കലും എക്സ്പോസ്ഡ് ആക്കരുത്. എന്നുവെച്ചാൽ അച്ഛനും അമ്മയും വഴക്കുണ്ടാകാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ തന്നെ മനസ്സിലാക്കണം, കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കരുത്. വേറെ ഏതെങ്കിലും അകന്ന് മാറി വേറെ ഏതെങ്കിലും മുറിയിൽ അടച്ചിട്ടുണ്ട് അതിനകത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കുക, കുട്ടികൾക്ക് അതിനോട് എക്സ്പോസ്ഡ് ആകാതിരിക്കാൻ വേണ്ടി. മനസ്സിലായോ? പിന്നെ ലിസൺ ടു ദ ചൈൽഡ് ആൻഡ് പ്രൊവൈഡ് ഇമോഷണൽ സപ്പോർട്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടെങ്കിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ മനസ്സിൽ പ്രയാസം ഉണ്ടെങ്കിൽ അത് അവരോട് ചോദിച്ച് അത് എക്സ്പ്രസ് ചെയ്യാൻ പറയുക, ചാൻസ് കൊടുക്കുക. അതിൽ നിന്ന് അവരോട് കേൾക്കാൻ ശ്രമിക്കുക, അവരുടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ റിഗാർഡിങ് ദ ഫൈറ്റ് ഓഫ് ദി പേരൻസ്. പിന്നെ ഇഫക്റ്റീവ് ഡിസിപ്ലിനിങ് എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ആ കുട്ടികൾക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ചിലപ്പോൾ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ട്, അവർക്ക് ഒരുപാട് ഫ്രീഡം കൊടുക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ട് ചില ഗ്രാൻഡ് പേരൻസ്. അങ്ങനെയൊന്നും പാടില്ല. പക്ഷേ കുട്ടികൾക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ അവരെ വളർത്തണം. അതായത് അച്ഛനും അമ്മയും അവരെ പരിഗണിക്കുന്നില്ല, ഡൈവേഴ്സ്ഡ് പേരൻസ് കുട്ടികളാണെന്ന് പറഞ്ഞ് ചിലപ്പം പേരൻസൊക്കെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ട് വളർത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയേ ചെയ്യത്തുള്ളൂ. ഓക്കെ. പിന്നെ ഷുഡ് ബി റെയർഡ് ടു റെസ്പെക്റ്റ് ബോത്ത് പേരൻസ്. അതായത് ചെറുപ്പത്തിൽ തന്നെ ആരാണെങ്കിലും അച്ഛനെയും അമ്മയെ ഒരുപോലെ ബഹുമാനിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റോടെ വേണം കുട്ടികളെ വളർത്താൻ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമുക്ക് പഴയതുപോലൊന്നും അല്ല. ഇപ്പം നമുക്ക് രണ്ട് പേരും ഒരുപോലെയാണ്. പണ്ട് സ്ത്രീകൾക്ക് ഡൗൺ റോഡഡ് ആണ്, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഫാമിലി എപ്പോഴും ഫാദറായിരുന്നു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഹി വാസ് ദ ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു വളരെ. അതുകൊണ്ട് മദർ അല്ലെങ്കിൽ ഫീമെയിൽ പോപ്പുലേഷൻ എപ്പോഴും വീട്ടിൽ ഒതുങ്ങിക്കൂടി കുട്ടികൾക്ക് ചോറും കറിയും വെച്ച് കൊടുക്കുക, അല്ലെ അവരെ നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഏണിങ് പേഴ്സൺസ് കൂടുതലും മദർ ഓഫ് ദ ഫാമിലിയാണ്. അതായത് അല്ലെങ്കിൽ അവർ ഒരു ഏണിംഗ് മെമ്പർ ആയതുകൊണ്ട് അവർക്ക് ഈക്വൽ സ്വാതന്ത്ര്യം തീരുമാനമെടുക്കാനും കുട്ടികളുടെ കാര്യം പ്ലാൻ ചെയ്യാനും ഒക്കെയുള്ള ഈക്വൽ സ്വാതന്ത്ര്യം
മെയിൽ പേഴ്സണോടൊപ്പം വേണമെന്നാണ്. അങ്ങനെ നിയമപരമായിട്ടുള്ള ഒരുപാട് മോഡിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെ അല്ലെങ്കിൽ തന്നെ അച്ഛനെയും അമ്മയും ഒരുപോലെ റെസ്പെക്റ്റ് ചെയ്യണം. അല്ലെ അച്ഛൻ വലിയ ആളാണ് അമ്മ താഴ്ന്ന ആളാന്നുള്ള ചിന്തയൊന്നും കുട്ടികൾക്ക് കൊടുക്കാതെ ദേ ഷുഡ് ബി ട്രെയിൻഡ് ഇൻ സച്ച് എ വേ സോ ദാറ്റ് ബോത്ത് പേരൻസ് ഷുഡ് ബി ഗിവൺ റെസ്പെക്റ്റ്. മനസ്സിലായോ? പിന്നെ അടുത്ത് വന്ന് പേരൻസ് ഷുഡ് നോട്ട് ബി ബ്ലെയിംഡ് ഇൻ പ്രസൻസ് ഓഫ് പേരൻസ്. ഇതിനകത്ത് ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളത് കറക്റ്റ് ചെയ്യണം. പേരൻസ് ഷുഡ് നോട്ട് ബി ബ്ലെയിംഡ് ഇൻ പ്രസൻസ് ഓഫ് ചിൽഡ്രൻ എന്നാണ് എഴുതേണ്ടത്. അതൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും അച്ഛനെയും അമ്മയും മറ്റുള്ളവർ കുറ്റപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അച്ഛനെയും അമ്മയും പറ്റിയും കുട്ടികൾക്ക് എപ്പോഴും റോങ് കോൺസെപ്റ്റും അവരോടൊരു ഒരുപക്ഷെ ഒരു എനിമിറ്റി ഫീലിങ്, അപകർഷതാബോധം ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് പേരൻസിനോടുണ്ടാകാം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരിക്കലും പേരൻസിനെ കുട്ടികളുടെ മുൻപിൽ വെച്ച് ബ്ലെയിം ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്ത് എഴുതണം. പേരൻസ് ഷുഡ് നോട്ട് ബി ബ്ലെയിംഡ് ഇൻ പ്രസൻസ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് മെയിൻലി അങ്ങനെയാണ്. ഇനിയും ഇഫക്റ്റ് ഓഫ് സ്റ്റെപ്പ് പേരൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് പേരൻ്റ് എങ്ങനെ കുട്ടികളോട് റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർ കുട്ടികളിൽ ഉണ്ടാക്കാവുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ദ പേരൻറ്റ് ഷുഡ് ബി ഏബിൾ ടു റീയുണൈറ്റ് ദ ഫാമിലി. അതായത് ഒരു പേരൻ്റ് ഇല്ലാതെ പോയിടത്തോട്ട് വേറൊരു പേരൻ്റ് വരിക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ വ്യക്തിക്ക് ആ ഫാമിലിയുടെ യൂണിയൻ കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ള കഴിവുണ്ടാകണം. she should be able to she should be able to reunite the family. Then they should fulfill the need for love and affection for children. അവരുടെ ലവ് ആൻഡ് അഫെക്ഷൻ നീഡ് മീറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ചൈൽഡ് ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ദി അഡ്വെൻറ്റ് ഓഫ് സ്റ്റെപ്പ് പേരൻറ്റ്. അതായത് ഒരു പുതിയ പേരൻറ്റ് വരുമ്പോൾ ആ ഒരു പേരൻറ്റിനെ ഒരു നല്ല മെൻറ്റാലിറ്റിയോടെ സ്വീകരിക്കത്തക്കവണ്ണം കുട്ടിയെ പ്രിപ്പയർഡ് ആക്കണം നേരത്തെ ഉള്ള പേരൻറ്റ്. മനസ്സിലായോ? അപ്പോൾ എങ്കിൽ മാത്രമേ ഈ ഒരു പേരൻറ്റ് അല്ലെങ്കിൽ സ്റ്റെപ്പ് പേരൻറ്റിന് ഇഫക്റ്റീവായിട്ട് അവിടെ കാര്യങ്ങൾ പെർഫോം ചെയ്യാനും ആ ഒരു കുടുംബത്തിൽ നല്ല സമാധാനവും ഉള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സോഷ്യൽ ഹാൻഡിക്യാപ്പ്. അപ്പോൾ നമ്മളതിനകത്ത് സോഷ്യൽ ഹാൻഡിക്യാപ്പിനകത്ത് എന്താണെന്ന് പഠിച്ചു. അതിനകത്ത് ഏതൊക്കെ ടൈപ്പുണ്ട്: ഓർഫൺ, നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ ആൻഡ് ചിൽഡ്രൻ ഓഫ് ഡൈവോഴ്സ്ഡ് ഓർ സ്റ്റെപ്പ് പേരൻസ്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ചു. അപ്പോൾ നമ്മുടെ സോഷ്യൽ ഹാൻഡിക്യാപ്പ് ഇവിടെ വെച്ച് തീരുകയാണ്. അപ്പോൾ നമ്മളിപ്പം ഫിസിക്കൽ ഹാൻഡിക്യാപ്പും സോഷ്യൽ ഹാൻഡിക്യാപ്പും തീർത്തു. ഇനി നമുക്ക് മെൻ്റൽ ഹാൻഡിക്യാപ്പാണ് ഉള്ളത്. അതിനകത്ത് മെൻ്റൽ റിട്ടാർഡേഷനും പിന്നെ സെറിബ്രൽ പാൾസിയ, ഈ രണ്ട് കണ്ടീഷനേ ഉള്ളൂ. മെൻ്റൽ റിട്ടാർഡേഷൻ നിങ്ങൾ മെൻ്റൽ ഇൽനെസ്സിൽ നമ്മൾ സൈക്യാട്രിക് നഴ്സിംഗ് പഠിച്ചതായതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ സെറിബ്രൽ പാൾസിയാണ് പഠിപ്പിക്കാൻ പോകുന്നത് അടുത്ത ദിവസം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പക്ഷേ പഠിച്ചോണം. ഞാനത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇടുന്നോണ്ടേ മെൻ്റൽ റിട്ടാർഡേഷൻ കൂടെ ഉൾപ്പെടുത്തും. ഞാൻ വേറെ ഏതോ ഒരു ചാപ്റ്റർ മെൻ്റൽ റിട്ടാർഡേഷൻ കുറേ പഠിപ്പിച്ച ഗായത്രി മാഡം പറഞ്ഞു നിങ്ങളുടെ സബ്ജക്റ്റ് ഒരു ചാപ്റ്റർ തന്നെയാണ് മെൻ്റൽ റിട്ടാർഡേഷൻ അല്ലേ. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ